ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടിയായ പോരാട്ടം 2025 ഇന്ന് എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടെ എത്തിയിരിക്കുന്ന ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും സ്വാഗതം. ഒപ്പം തന്നെ ഇവിടുത്തെ വികസന കാര്യങ്ങൾ കൂട്ടായ ചർച്ചയിലേക്ക് മാറുകയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 വേദിയിലേക്ക് സ്വാഗതം. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു, സ്വാഗതം. BJP പ്രതിനിധി ആർ പ്രവീൺ, സ്വാഗതം. LDF പ്രതിനിധി അഡ്വക്കേറ്റ് MJ വിജയൻ, സ്വാഗതം. പ്രസിഡന്റിലേക്ക് ആദ്യം എത്തുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നിങ്ങളുടെ ഭരണസമിതിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? പ്രകടന പത്രികയിൽ പറഞ്ഞ എത്രത്തോളം കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? കുന്നന്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് 50 കോടി രൂപയാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. റോഡ് വികസനത്തിന് മാത്രം 5.25 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണവും നവീകരണത്തിനുമായി 2.85 കോടി രൂപ ചെലവഴിച്ചു. ഭവന നിർമ്മാണത്തിന് 4 കോടി രൂപ, 36 ലക്ഷം രൂപയും 199 വീടുകളാണ് നമ്മൾ നിർമ്മിച്ചു കൊടുത്തത്. അതുപോലെ ഭവന പുനരുദ്ധാരണത്തിന് 1.75 കോടി രൂപ നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്കൂൾ അടിസ്ഥാന സൗകര്യ വികസനം, അതിനുവേണ്ടി 92 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങളുടെ വികസനം 29 ലക്ഷം രൂപ, അംഗനവാടി നവീകരണത്തിന് 42 ലക്ഷം രൂപ, ശുചിത്വ മേഖലയ്ക്ക് 33 ലക്ഷം രൂപ, വായനശാലകൾക്ക് 4 ലക്ഷം രൂപ, ശ്മശാന നവീകരണത്തിന് 13 ലക്ഷം രൂപ, വിവിധ കമ്മ്യൂണിറ്റി ഹാളുകൾ, മാന്താനം ചന്ത, ഷോപ്പിംഗ് കോംപ്ലക്സ് 20 ലക്ഷം രൂപ. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നമുക്ക് പഞ്ചായത്തിൻ്റെ ഇതിൽ MCF 1, മിനി MCF 24, അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ 30 ഹരിതകർമ്മസേന അംഗങ്ങളെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ 67 ടൺ അജൈവ മാലിന്യം നമുക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ ഫീ ഇനത്തിൽ 76 ലക്ഷം രൂപ നമ്മൾ പിരിച്ചിട്ടുണ്ട്. പിന്നെ നിലവിലെ നമ്മൾ പിഴ ഈടാക്കിയിട്ടുള്ളത് മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിയമലംഘനങ്ങൾ ചെയ്തിട്ടുള്ളവരിൽ നിന്ന് നമ്മൾ ഈടാക്കിയിട്ടുള്ള 1,43,000 രൂപയാണ് നമ്മൾ പിഴയായിട്ട് ഈടാക്കിയിട്ടുള്ളത്. ഇത്രയാണ് നമ്മൾ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്? എനിക്കൊന്ന് കൊറോണ കാലഘട്ടങ്ങളിലൊക്കെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ ഏൽക്കുന്നത്. സ്ഥാപനങ്ങളുടെ വികസനത്തിന് നമ്മൾ 29 ലക്ഷം രൂപയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പാലിയേറ്റീവ് കെയറിന് നമ്മൾ ഓരോ വർഷവും 10 ലക്ഷം രൂപ വെച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ 50 ലക്ഷം രൂപ ഈ 5 വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒന്നുകൂടെ പ്രസിഡന്റിലേക്ക് തിരിച്ചെത്താം വികസന കാര്യങ്ങളെക്കുറിച്ച്. അതിനു മുമ്പായി നമ്മൾ UDF പ്രതിനിധികളെ ഇവിടെ ക്ഷണിച്ചിരുന്നതാണ്, അവരെ വിവരങ്ങൾ അറിയിച്ചിരുന്നതാണ്. ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് അവർ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഇവിടെ അറിയിക്കുകയാണ്. ദൃശ്യ ന്യൂസ് അവരുടെ പ്രതിനിധികളെ എല്ലാം അറിയിച്ചിരുന്നതാണ്. അവർ ഇതുവരെയും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, ഈ പോരാട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. നേരെ ഞാൻ പോകുകയാണ് BJP പ്രതിനിധിയിലേക്കാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഭരണസമിതിയുടെ നേട്ടങ്ങൾ പ്രസിഡന്റ് പറയുകയുണ്ടായി. BJP നേതൃത്വം എങ്ങനെയാണ് ഇവരുടെ ഭരണത്തെ നോക്കിക്കാണുന്നത്? നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ഭരണസമിതിയാണ്. ഈ പഞ്ചായത്തിൽ പൂർണ്ണമായ പരാജയമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം എന്ന് വേണം പറയാം. ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ 10 വർഷക്കാലമായെന്ന് വേണേൽ പറയാം. കാരണം ഈ പഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഏറ്റവും വികസനം കുറഞ്ഞ ഒരു പഞ്ചായത്തായിരുന്നു. കാരണം ഈ മുമ്പ് സൂചിപ്പിച്ചു, മാലിന്യ സംസ്കരണം തന്നെ തുടങ്ങാം. കേന്ദ്രത്തിൽ നിന്ന് എല്ലാ വർഷവും പദ്ധതി വിഹിതം 1 കോടി രൂപയിൽ പരം രൂപ മാലിന്യ സംസ്കരണത്തിനും കുടിവെള്ളത്തിനും കേന്ദ്രം അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഈ അനുവദിക്കപ്പെട്ട തുക ഇവിടെ ചിലവാക്കുന്ന നമുക്കറിയാം, മാലിന്യം MCFൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. മുമ്പ് സൂചിപ്പിച്ചു ആരോഗ്യ മേഖല. അപ്പം ആരോഗ്യ മേഖല ശരിക്കും നമ്മുടെ ഒരു CHC, നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ CHC ഉള്ള കിടത്തി ചികിത്സ നൽകാൻ പറ്റുന്ന പാകത്തിനുള്ള സംവിധാനം നിലവിൽ ഉള്ളത് നമുക്ക് ഈ നമ്മുടെ ഒരു
ഈ ആരോഗ്യ മേഖല ഇവിടെ ഉള്ളതാണ്. പക്ഷെങ്കിൽ ഈ ആരോഗ്യമേഖല നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം, ഇപ്പോഴും തുടങ്ങിയ അവസ്ഥയിൽ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. ഇപ്പം നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഒരു 4 കോടി രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ട്. വികസനം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അവിടെയും ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീർത്തും പരാജയമാണ്. നിങ്ങൾ റോഡിലൂടെ ഈ നാട്ടുകാരോട് നിങ്ങൾ മൈക്ക് വെച്ചെടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നടന്നു പോകുവാൻ പോലും സാധിക്കാത്ത ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് ഇവർ വോട്ട് ചോദിക്കുവാനായിട്ട് പോകുന്നതെന്നുള്ളതാണ് ഒരു അത്ഭുതം. എന്തുകൊണ്ടാണ് ആ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുന്നത്? അവസ്ഥ ഇങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിൻ്റെ ധാരാളം പൈസ എല്ലാ വർഷവും പദ്ധതി വിഹിതങ്ങൾ വരുന്നതിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കുറവ് പദ്ധതികൾ പൈസ ചെലവാക്കിയ പഞ്ചായത്തുകളിലൊന്ന് വേണമെങ്കിൽ പറയാം കുന്നന്താനമാണ്. കാരണം ഈ പറയുന്ന റോഡുകളിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന കുടിവെള്ള പദ്ധതികളിലേക്കുമൊക്കെ മാലിന്യ സംസ്കരണത്തിലേക്കുമൊക്കെ എത്തിച്ചേരേണ്ടിയ പൈസ ചിലവാക്കുവാനായിട്ട് മടി. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള പകൽ വീട് ഞങ്ങളൊന്ന് സമരം ചെയ്തതാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, ഈ പഞ്ചായത്തിലെ ചിലവഴിച്ച തുകകളിൽ മുഴുവൻ അഴിമതിയായിരുന്നു. അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പോലും പ്രയോജനം കിട്ടാത്ത പദ്ധതികൾ നടപ്പിലാക്കുവാനായിട്ട് ശേഷിയില്ല. അതായത് പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് പ്രയോജനത്തിൽ എത്തിച്ചേർക്കുവാനായിട്ട് ഒരു പദ്ധതി പോലും എടുത്തു പറയാൻ തക്ക ഈ പഞ്ചായത്തിലില്ല. അതിൻ്റെ പിന്നിൽ സാമ്പത്തിക അഴിമതിയാണോ ഉദ്ദേശിക്കുന്നത്? സാമ്പത്തിക അഴിമതി 100% സാമ്പത്തിക അഴിമതി ഈ പഞ്ചായത്തിലുണ്ട്. കാരണം പകൽ വീട് പദ്ധതി ഞങ്ങൾ മുൻപോട്ട് വെച്ച ഒരു അടിസ്ഥാന വിഷയമാണ്. ഇവിടുത്തെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉയർത്തുവാൻ വേണ്ടിയിട്ട്, അല്ലെ വയോജനങ്ങൾക്ക് അവർക്ക് കിട്ടേണ്ടിയ ഒരു സംവിധാനമാണ്. അവിടെ പാമ്പുകളും പട്ടികളും അവരുടെ വിഹാര കേന്ദ്രമാക്കി സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമായി മദ്യക്കുപ്പികളുടെ ഒരു കൂമ്പാരം തന്നെയായി കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ സമരം ചെയ്തത്. പിന്നീട് ആരൊക്കെയോ ചേർന്നത് വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം പിന്നീട് കണ്ടു. ഇതുപോലെ തന്നെയാണ് റോഡുകളുടെ അവസ്ഥ. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഒന്നും വേണ്ട, കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി. മറ്റുള്ള നമ്മുടെ തൊട്ടടുത്ത കവിയൂർ പഞ്ചായത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഇലക്ഷൻ വരുമ്പോൾ മാത്രം കുറച്ച് സൂര്യകാന്തിയുടെ വിത്ത് കൊണ്ട് പാകുക, കുറച്ച് തണ്ണിമത്തൻ്റെ വിത്ത് കൊണ്ട് പാകുക, ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ പഞ്ചായത്തിൽ എടുത്തു പറയത്തക്ക ഒരു വികസനവും ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർന്നിട്ടില്ല. ഈ പഞ്ചായത്തിൽ തറക്കല്ലിടിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. 5 വർഷം മുമ്പ് MLA ഫണ്ട് അനുവദിച്ച പഞ്ചായത്ത് കെട്ടിടം തുടങ്ങാൻ എന്തേ ഇത്ര വൈകിയത്? എന്തുകൊണ്ടാണിത്? എല്ലാ കാര്യത്തിലും ഈ പറയുന്ന വികസനം ഒരു തരത്തിലും നടക്കാത്ത പഞ്ചായത്താണ് കുന്നന്താനം പഞ്ചായത്ത്. 100% ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാലും നമുക്കറിയാം. ഓക്കെ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസനം നടത്തിയെന്ന് പ്രസിഡന്റ് പറയുന്നു. ഒപ്പം തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങളുടെ ഉദാഹരണങ്ങളും ഉൾപ്പെടെയുള്ള പദ്ധതികളെക്കുറിച്ചും പ്രസിഡന്റ് വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ BJP നേതൃത്വം അറിയിക്കുന്നത് ഒരു വികസനവും ഇവിടെ നടന്നിട്ടില്ല. 10 കൊല്ലം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു വികസനവും നടന്നിട്ടില്ല. ഒപ്പം തന്നെ പകൽ വീട് പോലെയുള്ള സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവുമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? BJP ഇടതുപക്ഷത്തിൻ്റെ പ്രതിയോഗിയല്ല. BJP ഒരു പ്രതിപക്ഷമായി കാണാൻ ഞങ്ങൾ തയ്യാറല്ല. കുന്നന്താനത്തിൻ്റെ പ്രതിപക്ഷം UDF ആണ്. 15 സീറ്റിൽ 6 സീറ്റുകളുടെ കൈവശ അവകാശികളാണ്. അതായത് ഭരണത്തിന് തൊട്ടടുത്ത് വന്നിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥയുള്ള ആളുകളാണ്. ആ പ്രതിപക്ഷം, പ്രധാന പ്രതിപക്ഷം എന്തൊരു ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയിൽ പങ്കെടുക്കാത്തത് എന്നതാണ് പ്രധാന പ്രശ്നം. കാരണം ഈ 10 വർഷക്കാലം ഒരു സമരം പോലും നടത്താൻ ഈ BJPക്കോ ഈ കോൺഗ്രസിനോ ഇവിടെ സാധിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് പകൽ വീടിൻ്റെ ഇപ്പോൾ പോയി നോക്കിയാൽ അറിയാം, പുനരുദ്ധാരണം പൂർത്തിയായ സമയത്ത് ആ വാർത്തകൾ വന്ന ശേഷം ഒരു സമരം നടത്തി. അല്ലാതെ ഏതെങ്കിലും ഒരു സമരം നടത്തിയതായിട്ട് പ്രിയപ്പെട്ട BJPയുടെ സുഹൃത്തുക്കൾ പറയട്ടെ, ഒന്നും നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരു മാസത്തിന് മുമ്പ് UDFൻ്റെ ഒരു കാൽനട പ്രചരണ ജാഥ നടത്തി. എന്തുകൊണ്ടാണ് ഈ 10 വർഷം നടത്താതിരുന്നത്? BJP ഉയർത്തുന്ന ഒരു ആരോപണങ്ങളും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് ഉണ്ടായിരുന്ന 2 സീറ്റ് പോലും 2020 ജനങ്ങൾ വേണ്ടാ തരത്തില്ല എന്ന് തീരുമാനിച്ചത്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട്, അത് ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് തരുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയിട്ട് ഒരു 10 രൂപ തരാത്ത ആളുകളല്ലേ കേരളത്തോട് കാണിച്ചത്. പിന്നെ കുന്നന്താനം പഞ്ചായത്തിന് മാത്രമായി എത്ര ഫണ്ട് ഏതൊക്കെ വിധത്തിൽ തന്നെന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ നിന്ന് പറയട്ടെ. ഏതൊക്കെ മേഖലയിലാണ് തന്നത്? എത്ര രൂപ തന്നു? BJP കൊടുത്തു. BJP ഭരിക്കുന്ന കവിയൂർ പഞ്ചായത്തിൽ കൊടുത്തു. പക്ഷെ 1 രൂപ ഇവിടെ തന്നെന്ന് പറയട്ടെ.
തന്നിട്ടില്ല. 4 ലക്ഷം രൂപയുടെ ലൈഫിന്റെ വീട് കൊടുക്കുമ്പോൾ തരുന്നത് 70,000 രൂപയാണ്. ഓക്കെ. അതിൽ BJP നേതാവിന്റെ പണം വെക്കണമെന്ന് പറയുമ്പോൾ നടക്കത്തില്ലെന്ന് ഈ കേരളം മുഴുവൻ ഒന്നിച്ച് പറഞ്ഞതാ. ഓക്കെ. ഏതൊക്കെ മേഖലയിൽ തന്നു അതൊന്ന് പറഞ്ഞിട്ട് പറയട്ടെ. തന്നു. അതിനൊരു മറുപടി BJP എത്രത്തോളം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ടുകൾ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്, അതിന് വ്യക്തമായ ഒരു ധാരണ. ആദ്യമേ തന്നെ അതിലേക്ക് വരാം. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് CPM-ന്റെ പ്രതിനിധി പറഞ്ഞു, കുന്നന്താനം പഞ്ചായത്തിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് UDF ആണ്. ശരിയാണ്. നട്ടലില്ലാത്ത പ്രതിപക്ഷം വന്നാൽ നമ്മുടെ ജനങ്ങൾ ഇത് അനുഭവിക്കണം. കാരണം എപ്പോഴും ഭരണപക്ഷത്തെ ചോദ്യം ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷമാണ്. ആ ഭരണ സംവിധാനത്തിൻ്റെ മനോഹാരിത, ജനാധിപത്യത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. പക്ഷെങ്കിൽ അവർക്ക് അതിനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാവാം, അവർക്ക് മറുപടി എന്തുകൊണ്ടായിരിക്കും അവർ മാറി നിൽക്കുന്നത്? അത് അവരോട് തന്നെ ചോദിക്കണം. കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു നാണയത്തിൻ്റെ ഇരുപുറവ LDF ആണേലും UDF ആണേലും. നിങ്ങൾക്കറിയാം, ഭാരതത്തെ സംബന്ധിച്ച് ഇന്നത്തെ റിസൾട്ട് തന്നെ നിങ്ങൾ കണ്ടു കാണും. ബീഹാർ എന്ന് പറയുന്ന വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞു വലിയ ഘോരഘോരം പ്രസംഗിച്ചിട്ട് അവിടെ ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ പറ്റാത്ത ഇന്ത്യ സഖ്യം തകർന്നടിഞ്ഞുപോയി. ഇപ്പൊ കുന്നന്താനത്തേക്ക് വന്നാൽ ഞങ്ങൾ പറയുന്നു, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഞങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഞാൻ മാറ്റങ്ങളെന്ന് ഉദ്ദേശിച്ചത് അധികാരത്തിലേക്ക് എത്തുവാനായിട്ട് കുറച്ച് താമസം വരും. അത് ഞങ്ങൾക്കറിയാം. കാരണം സാമൂഹികമായ അന്തരീക്ഷം മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ 12 പഞ്ചായത്തുകളിലാണ് BJP ഭരിക്കുന്നത്. അത് ചെറിയ ഒരു സംഖ്യ മാത്രമാണ്. ഇവരെയൊക്കെ സംബന്ധിച്ച് വലിയ പാർട്ടികൾ. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് 12 പഞ്ചായത്തുകൾ, 2 മുനിസിപ്പാലിറ്റികൾ. ഈ അടുത്ത സമയത്ത് തൃശ്ശൂർ ഒരു MP-യെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചു. ചില പഞ്ചായത്തുകളിൽ നമുക്ക് ഇപ്പോഴും ഈ കുന്നന്താനം പോലെയുള്ള പഞ്ചായത്തുകളിൽ രാഷ്ട്രീയമായിട്ട് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു പ്രതിനിധിയെ പോലും നമുക്ക് എത്തിക്കാൻ സാധിച്ചില്ല 100%. പക്ഷേ അതിനു മുമ്പ് 2 സീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. മാറി വരുന്ന ഒരു അന്തരീക്ഷത്തെ ഇവർക്ക് ആർക്കും തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഒന്ന്, കേന്ദ്ര പദ്ധതികൾ വന്നില്ല എന്ന് പറയുന്നു. ഒരു ചിറ്റമ്മ നയം പോലും ഈ കേരളത്തിനോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്നില്ല. ഈ GST ഇവിടെ നടപ്പാക്കുന്ന സമയത്ത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായത്. GSTയുടെ ലാഭം കിട്ടിയിട്ടാണ് ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും വരെ കൊടുക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് 5 കോടി രൂപയാണ് ഈ കേന്ദ്ര ഫണ്ട് ഇവിടെ പഞ്ചായത്തിൽ വന്നത്. പദ്ധതി വീട് എല്ലാ വർഷവും മാലിന്യ സംസ്കരണവും കുടിവെള്ളവും ഉൾപ്പെടെ 5 കോടി രൂപ വന്നിട്ട് ചെലവഴിച്ചത് 1.25 കോടി രൂപയാണ് ചെലവഴിച്ചത്. ബാക്കി ഫണ്ടുകൾ 3 വർഷം കൊണ്ട് അതിന്റെ കാലാവധി എന്നിരിക്കെ ചെലവാക്കുവാനുള്ള താമസവും ഒക്കെ കൊണ്ട് ഒന്നിൽ വക മാറ്റുക, അല്ലെ ലാപ്സാക്കുക. ഇതാണ് സ്ഥിരം പരിപാടി. മുമ്പ് സൂചിപ്പിച്ചു, ലൈഫ് മിഷൻ പദ്ധതിയിൽ സർക്കാർ വക കൊടുക്കുക. സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എത്രയാണെന്നറിയോ? 1 ലക്ഷം രൂപയാണ് സർക്കാർ കൊടുക്കുന്നത്. കേന്ദ്രം കൊടുക്കുന്ന ആ 1 ലക്ഷം രൂപയ്ക്കകത്ത് 73,000 രൂപ കേന്ദ്രമാണ് കൊടുക്കുന്നത്. കേന്ദ്രമാണ് 73,000 രൂപ കൊടുക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലുറപ്പ് പ്രവർത്തികൾക്ക് പോകുന്ന അമ്മമാരെ പറഞ്ഞു പറ്റിക്കുന്നു. 100% തൊഴിലുറപ്പിന്റെ കൂലി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫണ്ടുകളല്ലാതെ കേരള സർക്കാരിന്റെ എന്തുണ്ട് കൊടുക്കാൻ? വികസനം വേണോ? ഇവിടെ BJP വരണം. ഞാൻ ഒരു നിമിഷം കൂടെ പൂർത്തിയാകാം. കേരളത്തിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഞാൻ ഇവരോടും പറയുന്നു, ഒന്നും പേടിക്കേണ്ട. കേരളത്തിൽ മാറ്റം വരും. പഴയ BJP അല്ല ഇപ്പം. 5 പേരിൽ ഒരാൾ BJP-യാ. കാരണം കേരളത്തിൽ 20% വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയായിട്ട് BJP മാറിക്കഴിഞ്ഞു. 5%. ഞങ്ങളത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ പൊളിറ്റിക്കൽ ടാർഗറ്റ് ഉണ്ട്. 25% ഞങ്ങൾ എത്തും. 25% നിന്ന് കേരളത്തിൽ ഭരിക്കാൻ വേണ്ടിയത് എത്ര ശതമാനമാണ്? 35% വരെ 38% വരെ വോട്ട് ഷെയർ ഉണ്ടെങ്കിൽ കേരളം BJP ഭരിക്കും. അതിന് വിദൂരമൊന്നുമില്ല. ഞങ്ങൾക്ക് ധൃതിയില്ലെന്നേ. ഞങ്ങൾക്ക് ധൃതിയില്ല. ഞങ്ങൾക്ക് 2026 കേരളം ഭരിക്കാമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെങ്കിൽ വ്യക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി BJP-യാണ്. പ്രസിഡന്റ്, 4 കോടിയോളം രൂപ കേന്ദ്ര സർക്കാർ നൽകി എന്ന് പറയുന്നു. അതിൽ 1 കോടി സംതിങ് മാത്രമാണ് ഇവിടെ ചെലവാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അത് ഏത് ഫണ്ടാണ്? എൻ്റെ അറിവിൽ അവിടെ നിന്നും ഞങ്ങൾക്ക് 1 കോടി രൂപ പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഇവര് വീടിന്റെ കാര്യം പറയുന്നതിൽ വീടിന്റെ 75,000 പോയിട്ട് 4 ലക്ഷത്തി ബാക്കി എത്ര ഉണ്ട്? ആ 3,25,000 രൂപയും പഞ്ചായത്തും ബ്ലോക്കും ജില്ലയും സംസ്ഥാന ഗവൺമെന്റും കൂടെ തരുന്നത്. അതിനകത്ത് എങ്ങനെയാണ് കേന്ദ്രത്തിന്റെ ആകുന്നത്? അപ്പൊ അതിനകത്ത് 4 വരുന്നില്ല. പിന്നെ ഇവര് പറയുന്നു ജലനിധിയുടെ നമുക്ക് ജലജീവൻ പദ്ധതി പ്രകാരം നമ്മൾ എല്ലാവർക്കും പൈപ്പ് കണക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് അത്രയും കണക്ഷൻ കൊടുത്തു. പക്ഷേ വെള്ളമില്ല. അതിനകത്ത് ആക്ഷേപം ഞങ്ങൾക്ക് തന്നെയാണ് വരുന്നത്, പഞ്ചായത്തിനാണ്. ഇവര് ചെയ്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആക്ഷേപം വരുന്നത് വെള്ളമില്ലെങ്കിൽ പിന്നെ എന്തിനു ചെയ്യുന്നു? പിന്നെ അടുത്തത് ഇവർ പറഞ്ഞിരിക്കുന്നത്
ഈ റോഡുകൾ ഈ നമ്മുടെ BJPയുടെ നേതാവ് കണ്ണടച്ചായിരിക്കും നമ്മുടെ ഇതിൽ നടക്കുന്നത്. ഇവിടെ നമ്മുടെ ഗ്രാമീണ റോഡുകൾ എന്ന് പറഞ്ഞാൽ 140 റോഡുകളോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ റോഡുകളൊന്നും ചെയ്തില്ല എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണ്? ഓക്കെ, എന്താണ് പറയാനുള്ള മറുപടി? എനിക്ക് പ്രിയപ്പെട്ട മാഡത്തിനോട് പറയാനുള്ളത്, നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പദ്ധതി, ജൽ ജീവൻ പദ്ധതിയിൽ 50% തുക അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. ബാക്കി 20% സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. 15% പഞ്ചായത്തിൻ്റെ വിഹിതം, 10% ഗുണഭോക്താവ്. ഞാൻ ചോദിക്കുന്ന 50% തുക അനുവദിക്കുന്ന കേന്ദ്ര സർക്കാർ, ബാക്കി തുക കണ്ടെത്തേണ്ടത് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ഒരു രാഷ്ട്രീയ പ്രതിയോഗികളെ തീർക്കുക. ഞാൻ ചോദിക്കുന്ന ജൽജീവൻ പദ്ധതി എന്തുകൊണ്ടാണ് ഇവിടെ മുടങ്ങിക്കിടക്കുന്നത്? കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് പല മേഖലകളുമുണ്ട്. തൊട്ടടുത്ത കവിയൂർ പഞ്ചായത്ത് ഈ ഗ്രാമം ഒരിക്കലും കുടിവെള്ളം കിട്ടാത്ത ഒരു സ്ഥലമായിരുന്നു മത്തിമല എന്ന് പറയുന്ന മലയുടെ മണ്ടയ്ക്ക്. പക്ഷേ അവിടെ ഒരു സബ് പ്രോജക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കൃത്യമായിട്ട് കുടിവെള്ളം എത്തിച്ചേർക്കുവാനായിട്ട് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതിക്ക് സാധിച്ചെങ്കിൽ കുന്തന്താനം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കഴിവുകേടിനെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഓക്കെ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. പൊതുജനങ്ങൾക്ക് ജനപ്രതിനിധികളോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ് നൽകുന്നത്. ആർക്കാണ് ചോദിക്കാനുള്ളത്? ആരോടാണ്? ജലജീവൻ്റെതായ ഫണ്ടിൻ്റെ ചില വേരിയേഷൻ ഉണ്ട്. 45% കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടും 30% സ്റ്റേറ്റ് ഗവൺമെൻറ്റും 15% പഞ്ചായത്തിന് 10% നമ്മുടേതായ ഉപഭോക്താവിൻ്റെ. അത് അങ്ങനെയാണ് കണക്കത്. അത് എനിക്കൊന്ന് കറക്ഷൻ്റെ അകത്തുള്ളത് ചില വ്യത്യാസമായിരിക്കാം. ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം നമ്മൾ പറയുക, ഇപ്പോൾ മറ്റൊരു സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ആയിട്ട് PMAയുടെ വീടിൻ്റെതായ ഒരു വിഷയം ഇപ്പോൾ ആദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിന് കൊടുക്കേണ്ട വിഹിതം എത്ര നോക്കി? നമുക്ക് കേന്ദ്രം കൊടുക്കേണ്ട വിഹിതം ഇത്രയേ ഉള്ളൂ. ബാക്കി മുഴുവൻ 3.5 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ത്രിതല പഞ്ചായത്തിലുമാണ് കൊടുക്കുന്നത്. അതങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതിനകത്തുള്ളത്. എന്നാൽ ഈ കാര്യത്തിൽ നമ്മുടേതായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായ ഇപ്പോഴത്തെ സ്ഥിതി ഞാൻ പറയാം, നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പോലും നമുക്ക് വന്നിട്ടില്ല പലതും. 530 ഞാനിപ്പോൾ അതിനെക്കുറിച്ച് PMAയുടെ പറയാം. 539 വീടുകളാണ് ബ്ലോക്കിൻ്റെ അകത്ത് വന്നിരുന്നത്. അതിൽ സാധു എന്നുള്ള ലക്ഷ്യമിടുന്നത് 175 വീടുകൾ മാത്രമേ ഉള്ളൂ. മറ്റാർക്കും വീടുകൾ ആവശ്യമില്ല. ഈ 175 വീടുകളിൽ നമുക്ക് അവിടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് വന്നത് 45 വീടുകൾക്ക് മാത്രം, ബാക്കി കൊടുക്കാനില്ല, വന്നിട്ടേ ഇല്ല. ഇപ്പം അതുകൊണ്ട് തന്നെയും നമുക്ക് ശേഷിക്കുന്നതായ തലങ്ങളില്ലതായ നമുക്ക് ഫണ്ട് കൊടുക്കാൻ വയ്യാത്തതായ സാഹചര്യം 122 പേരുടെ എഗ്രിമെൻറ്റ് വെച്ചിട്ടേക്കുക. ഈ ഒരു പ്രതിസന്ധി അവിടെ നേരിടുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം കൂടതായ നമ്മുടേതായ പദ്ധതി മനസ്സിലാക്കിയാൽ നല്ലതിനെയാണ്. അതാണ് ഒന്നാമത്. മറ്റു റോഡുകളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേന്ദ്രത്തിൻ്റെ ഒരു ഫണ്ട് വിടില്ല. കേന്ദ്രത്തിന് 140 റോഡുകൾ ഗ്രാമീണ മേഖലകൾ കിടക്കുമ്പോഴത്തേനെയും ഇവിടുന്ന് വേണ്ടി റോഡ്സിന് വേണ്ടി മാത്രം കിട്ടുന്നതായ ഫണ്ടുണ്ട്. ആ ഫണ്ട് കൊണ്ട് തന്നെയും ഒരു മെമ്പർക്ക് മാക്സിമം കിട്ടുന്നത് അല്ലെ 5 ലക്ഷം രൂപ അല്ലെ 7 ലക്ഷം രൂപ കൂടി കിട്ടത്തില്ല. കേന്ദ്രം കോടിക്കണക്കിന് രൂപ തന്നു എന്നാണ് പറയുന്നത്. കേന്ദ്രത്തിന്റെ ഫണ്ട് അല്ല, കേന്ദ്രത്തിന്റെ ഫണ്ടല്ല. ഗവൺമെന്റ് വാർഷിക പദ്ധതിയിൽ വരുന്നതായ ഇന്നതായ പേഴ്സൻറ്റേജ് വെച്ചുകൊണ്ട് തന്നെയാണ് റോഡുകളുടേതായ നിർമ്മാണത്തിന് ആ ഫണ്ടാണ്. പിന്നെ കൂടാതെ തന്നെയാണ് തനത് ഫണ്ടാണ്. തനത് എന്ന് പറയുന്നത് ടാക്സ് ഇനത്തിൽ വരുന്ന ഫണ്ടാണ്. ആ ടാക്സിനുള്ളതായ കുറച്ച് ഫണ്ട് അതെടുത്ത് നമുക്ക് മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിക്കാറില്ല ഇവിടെ. പിന്നെ മൺറോഡുകൾക്ക് വേണ്ടിയാണ് ആ ഫണ്ടിൻ്റെതായ കുറച്ച് മാറ്റം വെക്കുന്നത്. അല്ലാതെ ഫണ്ടുകളില്ല. അതുകൊണ്ടത് യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കണം. എന്നാൽ ബഹുമാനപ്പെട്ടതായ ശ്രീ വിജയൻ സാറ് പറഞ്ഞല്ലോ, UDF ഇവിടുന്ന് മാറിക്കഴിഞ്ഞു. അവർക്ക് പറയാനൊന്നും തന്നെയില്ല. ഈ മേഖലകൾ ഞാൻ യഥാർത്ഥ പറഞ്ഞു അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ അഴിമതിയുടേതായ കണക്കുകൾ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയും അതിനെതിരെ പ്രതിരോധിക്കുവാൻ തക്കമുള്ളതായ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയി. കാരണം കയ്യിലില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പുകമറ ഉണ്ടാക്കുകയാണ്. BJP ഒരു അഴിമതി ആരോപിച്ചു പകൽ വീടുമായി ബന്ധപ്പെട്ട്. BJP ഒരു അഴിമതി ആരോപിച്ചു പകൽ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. അവിടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. അതെന്താണ് പറയണം? പറയാതെയല്ല, സാമ്പത്തികമായ അഴിമതിയാണെന്ന് 100% അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഒരു പുകമറയല്ല, നമുക്ക് വ്യക്തമായിട്ട് വേണ്ടത് ആ ഫണ്ടിൻ്റെതായ നല്ലൊരു പങ്ക് 2017 അത് ബ്ലോക്കിൽ നിന്നാണ് ഇവിടെ കൊടുത്തത്. ബ്ലോക്കിൽ കൊടുത്ത വേണ്ടതാണ്. അതിനകത്ത് അഴിമതി എന്തുകൊണ്ട് പറയണം. അത് പറയാൻ ഞാൻ കുറിച്ച് വ്യക്തമായിട്ട് പറയണം. അതിനകത്ത് ഒരു ഇടപെടുന്നത് അതിനകത്ത് ഒരു കാര്യം കൂടി ചോദിക്കണം. അതിന് എന്തെങ്കിലും ശക്തമായ തെളിവുണ്ടോ? 1 രൂപയെങ്കിലും സാമ്പത്തികമായി ക്രമക്കേട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ളതായ ബാധ്യത ഇത് പ്രതിപക്ഷത്തിനുണ്ട്. അതിനെ തെളിയിക്കുവാനുള്ള ബാധ്യതയായ കൂടെ പറയണം. ഉണ്ടോ? തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു കാര്യം സൂചിപ്പിക്കാം. ഇവര് ഭരിക്കുന്ന പഞ്ചായത്തിൽ
നാളെ ഇതുവരെ കേന്ദ്ര ഫണ്ട് വരുന്നില്ല, കൊടുക്കുന്നില്ല എന്ന് പറയുന്ന പച്ച കള്ളമാണ്. ഓക്കെ. ഞങ്ങളിത് ഇവിടുത്തെ ഒരു നേതാവുണ്ടായിരുന്നു, എല്ലാ ജംഗ്ഷനിലും പോയിട്ട് പറഞ്ഞു കേന്ദ്ര ഫണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല, കുച്ച് നഹി ഹേ കുച്ച് നഹി ഹേ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ വാക്ക് ഏറെതുള്ളൂ, കുച്ച് നഹി ഹേ, ഒന്നും കൊടുക്കുന്നില്ലെന്ന്. ശരി, ഞങ്ങൾ കൊടുക്കുന്നില്ല, ഇനി കേന്ദ്ര ഫണ്ട് വരുന്നില്ല. കേന്ദ്രത്തിലെ 11 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ 1 രൂപയുടെ അഴിമതി നരേന്ദ്രമോദി ചെയ്തു എന്നുമല്ല, കൂടെയുള്ള ഏതെങ്കിലും മന്ത്രിമാരുടെ പോലും ഒരു അഴിമതി ഉന്നയിക്കുവാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. അതായത് പ്രതിപക്ഷം എന്ന് ഉദ്ദേശിച്ച് ഇവിടുത്തെ CPM ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. ഓക്കെ. അതുകൊണ്ട് GST ഉൾപ്പെടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വരുന്ന കോടാനുകോടി രൂപ റവന്യൂ വരുമാനം എല്ലാ സംസ്ഥാനങ്ങളുടെയും വികസനത്തിന് കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച GST വരുമാനം, GST എതിർത്തോണ്ടിരുന്ന ആൾക്കാർ തന്നെ GSTയുടെ ലാഭം വരണം, ഇവിടെ ശമ്പളം കൊടുക്കണേലും പെൻഷൻ കൊടുക്കണേലും. ഒന്ന്. രണ്ടാമത്, ഈ നരേന്ദ്രമോദിജി വരുന്നതിന് മുമ്പ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലായിരുന്നു സാധാരണ പാവപ്പെട്ട ആൾക്കാർ, തെരുവ് ജീവിക്കുന്ന ആൾക്കാരുടെയൊക്കെ ശൗചാലയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്ധ്ര വഴിയൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് ശൗചാലയങ്ങളാണ് അന്ന് കളിയാക്കിയതിൻ്റെ ഫലം ഇന്ന് ലക്ഷക്കണക്കിന്. അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലെ BJP വോട്ട് ചെയ്യുന്നത്. ഇന്നും അതിന് തെളിവാ. ഞാൻ ചോദിക്കുന്നത് വോട്ട് ചോരി എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നത് എന്ത് തെളിവാ കൊടുക്കുന്നത്? ബീഹാറിലെയും സൂചിപ്പിക്കണമല്ലോ. ഞാൻ പറഞ്ഞത് എനിക്ക് പറയട്ടെ ഈ പഞ്ചായത്തില് ഞങ്ങൾ വിവരാവകാശം വെച്ചു. പത്രസമ്മേളനം വിളിക്കാവോ? പത്രസമ്മേളനം വിളിക്കാമെങ്കിൽ ആ വിവരാവകാശം ഞങ്ങൾ കാണിച്ചു തരാം. പത്രസമ്മേളനം വിളിക്ക്. 5 കോടി രൂപ വന്നു. 5 കോടി രൂപ വന്നിട്ട് മാലിന്യ സംസ്കരണത്തിനും കുടിവെള്ളത്തിനും വേണ്ടി 50% ഉപയോഗിക്കാം. എന്ന് പറയാം. അഴിമതി പറയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ഉത്തരം കിട്ടിയാൽ മതി. അഴിമതി ഉണ്ട് പറയാം. അഴിമതിയുണ്ട്. 100% അഴിമതിയാ. തെളിവുണ്ടോ? പറയട്ടെ. ഞാൻ ചോദിക്കുന്ന അഴിമതി ഉണ്ടോ എന്ന് പറയുന്നു. തെളിവുണ്ടോ ഇല്ലയോ? പഞ്ചായത്തിൽ ചെലവഴിക്കുന്ന തുക, ആ പഞ്ചായത്തിൽ നിങ്ങൾ ചെന്ന് നോക്കണം. എളപ്പങ്കൽ ഒരു ഗ്രൗണ്ട്, പകൽ വീടിലേക്ക് പകൽ വീടിൽ അഴിമതിയുടെ ഉത്തമ ഉദാഹരണമാണ്. പകൽ വീടിന്റെ ഇന്നത്തെ സാഹചര്യം പോയി നോക്കണം. ഉപയോഗശൂന്യമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ഈ സർക്കാർ കളഞ്ഞു കുളിച്ചു. ഇവര് അഴിമതി നടത്തിയിട്ടുണ്ടോ? ഈ ഭരണസമിതി അഴിമതി നടത്തിയിട്ടുണ്ടോ? ഈ ഭരണസമിതി അഴിമതി നടത്തിയതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഉപയോഗശൂന്യമായി ഈ ജനങ്ങള് എന്നെ പ്രിയപ്പെട്ട സമീപത്തെങ്ങാനും എത്തിയ ഈയിടെങ്ങാനും പ്ലീസ് ഒറ്റ ചോദ്യം. എന്റെ പ്രിയ സുഹൃത്തേ, കണ്ട കാര്യങ്ങൾ പറയുന്നു. പറയട്ടെ. ഈ അഴിമതി, നിങ്ങൾ ആരോപിക്കുന്ന അഴിമതിക്കെതിരായി ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതിയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാത്തതിന് കാരണം നോക്കട്ടെ. ഒരു നിമിഷം. വെള്ള പേപ്പറിൽ ഞാൻ അഴിമതിക്ക് പരാതി കൊടുക്കാന് ഈ നാട്ടിലെ ശബരിമലയെന്ന് കോടാനുകോടി കിലോ ഗവൺമെന്റിന് പരാതി കൊടുക്കാനും. ഉത്തരം, പരാതി കൊടുത്തിട്ടുണ്ടോ? കിലോ കണക്കിന് സ്വർണം അടിച്ചോണ്ട് പോയ കേരളത്തിൽ നിൽക്കട്ടെ, അത് അന്വേഷണം നടക്കട്ടെ. ഒറ്റ കാര്യം, അദ്ദേഹം പറഞ്ഞു കുന്നന്താനം പഞ്ചായത്തിന് സെൻട്രൽ ഗവൺമെന്റ് 5 കോടി രൂപ എന്നത്. നിങ്ങൾ ഗൂഗിൾ അടിച്ചിട്ട് ഹൗ മച്ച് ഫണ്ട് ഗ്രാൻഡഡ് ടു കുന്നന്താനം പഞ്ചായത്ത് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അത് അടിച്ചു നോക്കുക. അതിൽ എഴുതിയ കരുത്ത് ഞാൻ വെച്ചേക്കുന്നത്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നമുക്ക് അതിലേക്ക് വരാം. മറ്റൊരു ചോദ്യത്തിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചതിലേക്ക് വരാം. ആർക്കാണ് ചോദിക്കാനുള്ളത്? തരാനേ സമയം ഉണ്ടല്ലോ. തരും. ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ അത് പറഞ്ഞു കേട്ടോ. ഒരു മിനിറ്റ്. കേന്ദ്ര ഫണ്ട് സെൻട്രൽ ഫൈനാൻസ് ഫണ്ടാണ്. 100 രൂപ അതിൽ സെൻട്രൽ ഫൈനാൻസ് ഫണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ 40 രൂപ ബേസിക് ഫണ്ടും ബാക്കിയുള്ള 60 രൂപ 30% പേര് 30 രൂപയാണ്. ഒന്ന് കുടിവെള്ളവും ഒന്ന് ശുചിത്വമാണ്. ഇതാണ് സെൻട്രൽ ഫൈനാൻസ് ഫണ്ട്. അങ്ങനെയല്ല.
അങ്ങനെയല്ല. Okay, okay, okay. അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. Okay, okay. 1 കോടി രൂപ വന്നു കഴിഞ്ഞാൽ, സാമ്പത്തിക വർഷത്തിൽ 1 കോടി രൂപ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 60% 50% കുടിവെള്ളത്തിനും 50% മാലിന്യ സംസ്കരണത്തിനും വേണ്ടതാണ് കൊടുക്കേണ്ടത്. സെൻട്രൽ ഫൈനാൻസ് ഫണ്ടിൻ്റെതായ നിയമത്തിന്റെ ഭാഗമാണ്. അതായത് 1 രൂപ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 40 പൈസ ബേസിക് ഫണ്ട്. ആ ബേസിക് ഫണ്ട് എടുത്തതിന് ശേഷം സേവന മേഖലയിലും പശ്ചാത്തല മേഖലയിലും നമുക്ക് വിനിയോഗിക്കാം. എന്നാൽ അതിനുശേഷമുള്ളതായ 60 പൈസയാണ്. അതിൽ 30 പൈസ കുടിവെള്ളത്തിനും 30 പൈസ ശുചിത്വത്തിനുമാണ് ഉപയോഗിക്കുന്നത്. എത്ര രൂപ ഒരു വർഷം സെൻട്രൽ ഫൈനാൻസ് ഫണ്ട് പഞ്ചായത്തിൽ വരുന്നുണ്ടെന്നായ ഒന്ന് പ്രസിഡന്റ് ക്ലാരിഫിക്കേഷൻ നടത്തിയാൽ. ചോദിക്കും ആരോടാണ്? എൻ്റെ ഒരു വിനോദാണ്. എൻ്റെ പ്രസിഡന്റിനോടാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ കേന്ദ്ര ഫണ്ടിനെ കുറിച്ച് ഒരു കാരണം വസ്തുത പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ഞാൻ BJPയുടെ കുന്നന്താനം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് എൻ്റെ പഞ്ചായത്ത്, കാര്യം ഇവിടുത്തെ വികസനം നമ്മുടെ കൂടെ ആവശ്യമാണ്. കുന്നന്താനം പഞ്ചായത്ത് വികസിച്ചാൽ അതിൻ്റെ ഒരു പങ്ക് തീർച്ചയായിട്ടും എനിക്കും ഉണ്ടാകും, സ്വാഭാവികം. എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ ഫണ്ട് തരാത്തതെന്നൊരു സംശയത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ഒരു വിവരാവകാശം കഴിഞ്ഞ വർഷം 2024 ലാസ്റ്റിൽ ഒരു വിവരാവകാശം വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് വിവരാവകാശത്തെ രേഖപ്രകാരം 5 കോടി 28 ലക്ഷം ഒരു തുകയാണ് ഈ 3 വർഷത്തെ 2023 തൊട്ടുള്ള ഫണ്ട് വന്നിരിക്കുന്നത്. അത് അവർ ആ വിവരാവകാശം ഇപ്പം കയ്യിലല്ല. അത് എവിടെ പറയുന്നത്, ഈ പ്രസിഡന്റ് പറയുകയാണ്, നിങ്ങൾ എവിടെ പറഞ്ഞാലും മാഡം അത് ഹാജരാക്കി കാണിക്കാൻ എനിക്ക് യാതൊരു മടി. കാര്യം എൻ്റെ അതിൻ്റെ രേഖയുണ്ട്, ഉറപ്പാണ്. അത് വെറുതെ പറയുന്നതല്ല. ഇത്രയും ഇരിക്കുന്ന നേതാക്കന്മാരെയും ജനപ്രതിനിധികളും സാക്ഷിയാക്കി പറയുകയാണ് ആ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. രേഖയുണ്ടെന്ന് വെറുതെ ആ സിനിമയ്ക്കത് പറയുന്നത് എൻ്റെ കയ്യിലുള്ള രേഖയല്ല, ഒറിജിനൽ പഞ്ചായത്ത് തന്ന രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ രേഖ കാണിക്കാൻ, അത് പത്രസമ്മേളനത്തിൽ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. അടുത്ത ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി, ആ രേഖ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമോ? 2 ദിവസം. ആ രേഖ കാണിക്കാൻ അവർ തയ്യാറാണ്. ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? 2 ദിവസത്തിനകം തന്നാൽ മേടിക്കാൻ. 2 ദിവസമല്ല, ഇന്ന് ബയോട്ടിൽ തരും. അടുത്ത ഒരു കാര്യം കൂടെ, പകൽ വീട്. ഈ പകൽ വീട് നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോഴത്തെ 10ാം വാർഡ്, നേരത്തെ 8ാം വാർഡ് ജനപ്രതിനിധി കോൺഗ്രസിൻ്റെയാണ്. അവിടെ ഞങ്ങളെ ഒരു ജസ്റ്റ് യാത്ര ചെയ്യുമ്പോഴാണ് അദ്ദേഹം കാണുന്നത്. ഒന്ന് നോക്കിയപ്പം പകൽ വീടിനകത്ത് കയറി നോക്കി, ഒരു ബെഡ് നമുക്കറിയാം, കിടക്കുകളൊക്കെ കെട്ടുകണക്കിന് ചെതലടിച്ച് കിടക്കുന്നു. സ്വാഭാവികമായിട്ട് ഞാനിങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുന്ന അറിയാം. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആര് ചെയ്താലും അതെടുത്ത് ഫേസ്ബുക്ക് ആൾക്കാരെ അറിയിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അതെന്തായാലും അത് കോൺഗ്രസ് ചെയ്താലും ഇടതുപക്ഷം ചെയ്താലും എന്തായാലും. അപ്പം ഞാൻ കണ്ടുപിടിച്ചു, ഞങ്ങളതൊരു വിഷയമാക്കി. നമ്മൾ വിഷയമാക്കിയതിന് ശേഷമാണ് പകൽ വീട് സംവിധാനം ഉണ്ടെന്ന് ഇവിടുത്തെ പഞ്ചായത്തിലെ നാട്ടുകാരറിഞ്ഞത്. അതെന്താണ്? ഒരു കാര്യം കൂടെ, അവിടുത്തെ ജനപ്രതിനിധി ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, എൻ്റെ വിനോദേ, ജനപ്രതിനിധി ഇവിടെ ഇല്ല, കോൺഗ്രസിൻ്റെ ആളോട് എത്തിയിട്ടില്ല. അവരെന്നെ പറഞ്ഞ, വിനോദം നിങ്ങൾ സമരം ചെയ്യും, ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ല, ഞങ്ങൾ സമരം ചെയ്തു പഞ്ചായത്തിൻ്റെ വാദക്കലെ. പേപ്പറിൽ വാർത്ത കൊടുത്തു. അതിന് ശേഷമാണ് വെറും പ്രകസനം എന്ന രീതിയിൽ അതിൻ്റെ വാദക്കെ പോയി കുറച്ച് വൃത്തിയാക്കി. ഒരാൾ പകൽ വീട് ഉപയോഗിക്കുന്നുണ്ടോ? പ്രസിഡന്റ്, പകൽ വീടിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് പകൽ വീട്ടിൽ താമസിക്കാൻ ആരും വരാൻ ചുമ്മാ പിടിച്ചിട്ടിടാൻ പറ്റുമോ? കണ്ടെത്തണം സഹാവേ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ
ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. അടുത്ത ചോദ്യം ആരോടാണ്? പ്രസിഡന്റിനോടാണേ. ഓക്കെ. മാന്താനം മാർക്കറ്റിന് 50 ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചെന്ന് പ്രസിഡന്റ് പറയുന്നത് വികസനത്തിൽ. നിങ്ങളുടെ ശ്രദ്ധ ഞാനിപ്പോൾ മാർക്കറ്റിലോട്ട് ക്ഷണിക്കുക. നിങ്ങൾ ആ മാർക്കറ്റിൻ്റെ അവസ്ഥ ഒന്ന് കാണണം. ഒരു 4 ആനക്കൊട്ടിൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ 4 ആനക്കൊട്ടിൽ പണിത് വെച്ചിട്ടുണ്ട്, കാക്കയ്ക്ക് കയറിയിരിക്കെ. അടിയിൽ വാഹന പാർക്കിങ്ങും മദ്യപാനത്തിന്. ഇപ്പം ഈ അടുത്ത സമയത്ത് മദ്യപാനക്കാരെ പിടിക്കാൻ വേണ്ടി ക്യാമറ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ വരൂ, മാന്താനം മാർക്കറ്റിലെ വികസനം 50 ലക്ഷം രൂപയുടെ വികസനം. ഒരു ഗുണഭോക്താവ് ആ മാർക്കറ്റ് കൊണ്ട് ഒരു ഗുണഭോക്താവ് ഉണ്ടോ ഇല്ലോ എന്ന് പറയട്ടെ. ഒന്ന്, ആ മാർക്കറ്റ് അവിടെ കിടക്കെ മീൻ ബിസിനസ് ചെയ്യുന്നത് റോഡിന്റെ സൈഡിലാണ്. റോഡിന്റെ സൈഡ് നിങ്ങൾ നാളെ ശരി, നാളെ നിങ്ങൾ മാന്താനം ജംഗ്ഷനിൽ വാ. മാർക്കറ്റ് എവിടെ കിടക്കുന്നു, മീൻ കച്ചവടം എവിടെ നടക്കുന്നു, നിങ്ങൾ ഒന്ന് കാണേ. അതുപോലെ തന്നെ ഒരു ശൗചാലയം പണി പൂർത്തിയായിട്ട് എത്ര നാളായെന്ന് പ്രസിഡന്റിനോട് ചോദിക്കുക. മാന്താനം മാർക്കറ്റിനകത്ത് ഇന്ന് വരെ അത് ഉപയോഗിക്കാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? മാന്താനം മാർക്കറ്റിന് സംഭവിച്ചത് എന്താണ്? മാന്താനം മാർക്കറ്റിന് 50 ലക്ഷം വെച്ചെന്ന് പുള്ളിയുടെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടായിട്ടായിരിക്കും. നമ്മൾ പറഞ്ഞിരിക്കുന്നത് വിവിധ കമ്മ്യൂണിറ്റികൾ മാന്താനം ചന്ത ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി 20 ലക്ഷം രൂപ വെച്ചെന്നാണ് പറയുന്നത്. ആ 20 ലക്ഷം വെച്ചെങ്കിലും നിലവിൽ മാന്താനം മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? മാർക്കറ്റിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവിഡ് വന്ന സമയം വരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നായിരുന്നു. കോവിഡ് വന്നു കഴിഞ്ഞ് ഇതിന്റെ പ്രവർത്തനം നിന്ന് കഴിഞ്ഞ് അത് വീണ്ടും പുനരാരംഭിക്കാനായിട്ട് 1-2 ഇതിന്റെ പച്ചക്കറിക്കാരും ബാക്കി മീൻ കച്ചവടക്കാരുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിന് പുറത്താണ് കച്ചവടം നടക്കുന്നതെന്നാണ് പറയുന്നത്. മാർക്കറ്റിനകത്ത് തന്നെ, റോഡിലൊന്നുമല്ല. റോഡ് സൈഡ് വരെ മാർക്കറ്റാ. റോഡ് സൈഡ് വരെ മാർക്കറ്റാ. അത് റോഡ് സൈഡ് എന്ന് പറയുന്നത് റോഡ് വെച്ചല്ല വിൽക്കുന്നത്, മാർക്കറ്റ് വെച്ച് കച്ചവടം ചെയ്യാൻ പറ്റും. പിന്നെ ചന്തക്കകത്ത് റോഡരികില്ല, ചന്തക്കകത്ത് റോഡരികില്ല. അതല്ല, ടേക്ക് ബ്രേക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഈ പുള്ളിക്കാരൻ ഉപയോഗിക്കുന്നില്ലെന്നായിരിക്കും പറഞ്ഞത്. ബാക്കി എല്ലാവരും അത് ടോയ്ലറ്റ് സംവിധാനമുണ്ടോ? ഓക്കെ. ആരോടാണ്? എനിക്ക് ഈ മാർക്കറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ മെമ്പർമാരും കൂടി അവിടെ കച്ചവടം ചെയ്യണം. ജനത്തിന് സഹകരിക്കാൻ പറ്റത്തെങ്കിൽ ഏത് പ്രസ്ഥാനമാണ് മുന്നോട്ട് വളരുന്നത്? ഇതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ശൗചാലയം പണിതു, എല്ലാം നശിപ്പിച്ചു. ഇങ്ങനെ പോയി കഴുകണം. ഈ പ്രധാനമന്ത്രി പോയി കഴുകണം ശൗചാലയങ്ങളൊക്കെ. മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അതുകൊണ്ട് ഇവിടുത്തെ മെമ്പറോ ഇവിടുത്തെ പ്രസിഡന്റോ അല്ലെ പാർട്ടിനാക്കന്മാരല്ല അവിടെ കച്ചവടം ചെയ്യേണ്ടത്. കച്ചവടത്തിന് ആളുകൾ വരാത്തതാണ് മാർക്കറ്റിന്റെ അവസ്ഥയ്ക്ക് കാരണം. മാർക്കറ്റിന്റെ കാര്യം സഹകരിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് നടത്താവുന്നുള്ളതേ ഉള്ളൂ. ശരി. പ്രസിഡന്റ് പറഞ്ഞു, മറുപടി പറഞ്ഞു. മാർക്കറ്റിൽ നമുക്ക് വരുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിലുള്ളതല്ല, നമ്മുടെ സ്റ്റേറ്റിന് അപ്പുറത്തുനിന്ന് വരുന്ന വിഷമടിച്ച പച്ചക്കറികളാണ്. നമ്മൾ പച്ചക്കറി നമ്മുടെ കാർഷിക മേഖലയിൽ 1 കോടി രൂപ 1.25 കോടി രൂപ ചെലവഴിച്ചാണ് പച്ചക്കറിക്ക് മാത്രമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരവരുടെ വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്ത് പച്ചക്കറി സമ്പാദിക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി. പിന്നെ എന്തിന് ചന്തയിലെ സാധനം മേടിക്കണം? അപ്പൊ അതിനകത്ത് മറ്റൊരു ചോദ്യമുണ്ട്, പിന്നെ എന്തിനാ കർഷക മാർക്കറ്റ് വേണം എന്നുള്ളൊരു ചോദ്യം. കർഷകർ നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ, നമ്മുടെ പഞ്ചായത്തിലുള്ള സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മാർക്കറ്റ്. അതായത് വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ വിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ കുടുംബശ്രീയുടെ വെച്ചിട്ടുണ്ട്, എക്കോ ഷോപ്പും വെച്ചിട്ടുണ്ട്. അവിടെ വരുന്നവർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ചോദ്യം ആരോടാണ്? അവിടെ പച്ചക്കറിക്ക് എക്കോ ഷോപ്പ് ഉണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ചോദ്യം. നമ്മളുടെ ഗ്രാമത്തിലെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടി എത്ര രൂപ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്? അതിൽ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെ MLAയും ഉൾപ്പെടെയുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? നമുക്ക് കഴിഞ്ഞ 15 വർഷക്കാലമായി ഇവിടെ ഒരു MP ഉണ്ട്, ആന്റണി, കോൺഗ്രസിൻ്റെ MP ആണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി കുന്നന്താനം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇതൊരു ചോദ്യമാണ്. എനിക്ക് പിന്നെ BJPയുടെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഇവിടെ GST കൊടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടു, കേന്ദ്ര പദ്ധതികൾ കൊടുത്തു എന്ന് പറയുന്നത് കേട്ടു.
ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നാൾ മുതൽ AKG ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ നാൾ മുതൽ ആരംഭിച്ചൊരു പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി. ആ പഞ്ചവത്സര പദ്ധതിയുടെ കാലം മുതൽ ഇങ്ങോട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം കൊടുക്കുന്നുണ്ട്. ആദ്യമായി 11 വർഷത്തിനിടയ്ക്ക്, ഈ 75 വർഷത്തിനിടയ്ക്ക് ഈ അവസാനത്തെ 11 വർഷമല്ല കേന്ദ്ര ഫണ്ട് ഒരു സംസ്ഥാനത്തിന് കിട്ടേണ്ടത്. കേരളത്തിന് ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കേരളത്തിന് കിട്ടാൻ അർഹതയുണ്ട്. അതാരുടെ ഔദാര്യമല്ല. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം സർക്കാരിന് കൊടുക്കുന്നു, ആ പണം തിരിച്ച് കേരളത്തിനോ മറ്റ് സംസ്ഥാനത്തിനോ കൊടുക്കണം. എന്നാൽ കേരളത്തിന് തരുന്നതും ഉത്തർപ്രദേശിന് കൊടുക്കുന്നതും ബീഹാറിന് കൊടുക്കുന്നതും ജനസംഖ്യാനുപാതികമായിട്ടോ കൊടുക്കുന്ന വിഹിതത്തിനനുസരിച്ചോ ആണോ എന്നുള്ളൊരു ആത്മപരിശോധന BJPയുടെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും ആളുകൾ ചിന്തിക്കണം. അതോടൊപ്പം GSTയുടെ ഉൾപ്പെടെ വാർദ്ധക്യകാല പെൻഷൻ അടക്കം GST കൊടുത്തു എന്ന് പറയുന്നു. ഇവിടെ 600 രൂപയായിരുന്ന 18 മാസം കുടിശ്ശിക വരുത്തിയ പെൻഷനാണ് 9 വർഷം മുമ്പ് കൊടുത്തത്. അത് 1600 സർക്കാർ വർദ്ധിപ്പിച്ചത് കുടിശ്ശികയില്ലാതെ ഈ മാസം കൊണ്ട് കൊടുക്കും. 2000 വർദ്ധിപ്പിച്ചു. 65 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കിട്ടുമ്പോൾ വാർദ്ധക്യകാല പെൻഷന് കേന്ദ്ര വിഹിതം കൊടുക്കണം. കേന്ദ്ര വിഹിതം എത്ര രൂപ കൊടുക്കുന്നു? കഴിഞ്ഞ 4-5 വർഷക്കാലമായി കോടിക്കണക്കിന് രൂപ കേരളത്തിന് സാമൂഹ്യ പെൻഷൻ കൊടുക്കേണ്ട ഇനത്തിൽ കുടിശ്ശിക വരുത്തിയ ആളുകളെ ഒരു ഔദാര്യം പോലെ കേന്ദ്രം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പൈസയല്ല. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിന്റെ 10-1 പോലും കേരളത്തിന് കിട്ടുന്നില്ല. കേരളത്തിലെ സർക്കാരിനെ എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടിച്ച് കേരളത്തിൽ ഏതെങ്കിലും ഒരു പോരായ്മയുണ്ടെങ്കിൽ അത് കേരളം നമ്പർ 1 അല്ല, അതിദരിദ്രരുണ്ടെങ്കിൽ ഏതെങ്കിലും ദരിദ്രന്റെ പേര് പറഞ്ഞിട്ട് കേരളത്തിൽ ദരിദ്രര് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് BJPയും കോൺഗ്രസ്. എന്റെ അയൽപക്കത്ത് ഒരു ദരിദ്രനുണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടതിന് പകരം കേരളം മുഴുവൻ ദരിദ്രരാണ് എന്ന് പറഞ്ഞ് കേരളത്തെ അപമാനിക്കുന്ന അതേ സമീപനമാണ് കുന്നന്താനക്കാരോട് കാണിക്കുന്നത്. കുന്നന്താനത്ത് കേന്ദ്ര പദ്ധതി 5 കോടി കൊടുത്തെന്ന് ഇവിടെ വാചകം അടിക്കുന്നല്ലോ. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 50 കോടിയുടെ വികസനം ഇവിടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞല്ലോ. 50 കോടിക്കകത്താണ് 5 കോടി പറയുന്നത്. ഈ 5 കോടിയുടെ ഡേറ്റ പറയുന്നില്ല, വിഹിതമേ പറയുന്നുള്ളൂ. അത് കൃത്യമായി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പ്രിയപ്പെട്ട ബാബുക്കൂടത്തിൽ ഇവിടെ പറഞ്ഞു. അപ്പോൾ 5 കോടി കൊടുത്തു, അതിന്റെ ഡേറ്റ 2 ദിവസത്തിന് കൊണ്ടുവരുന്ന അത് ഔദാര്യമൊന്നുമല്ല. പിന്നെ എനിക്കറിയേണ്ടത് മറ്റൊരാവശ്യം, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ ഇവിടെ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഒരു 60 കോടി രൂപയുടെ ഒരു വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പുറമറ്റ ഉൾപ്പെടെ ഈ കല്ലൂപ്പാറ കുന്നന്താനം അടക്കമുള്ള പഞ്ചായത്തുകൾക്കാണ്. ആ 60 കോടി നടക്കാതെ പോയതിന്റെ കാരണം ഇപ്പോഴും ആ പദ്ധതി ഉണ്ട്. അതായത് ആ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് സ്ഥാപിക്കേണ്ട സ്ഥലത്തൊരു സ്വകാര്യ വ്യക്തി കേസ് കൊടുത്തത് കൊണ്ടാണ് ആ സ്ഥലം പെൻഡിങ്, ആ പദ്ധതി പെൻഡിങ് ആയെന്നാണ് എൻ്റെ അറിവ്. ഇങ്ങനെയെല്ലാം പദ്ധതി കൊണ്ടുവരുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് നിലയ്ക്ക് കുന്നന്താനം ഗ്രാമപഞ്ചായത്തിന് എല്ലാ അഭിനന്ദനവും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് താങ്കളുടെ അഭിപ്രായം തന്നെ. ബാക്കി അടുത്ത ചോദ്യം ആരോടാണ്? ആരോടാ? നമസ്കാരം, എൻ്റെ പേര് വിനു എന്നാണ്. ഞാനൊരു BJP അനുഭാവിയാണ്. ആമുഖമായിട്ട് പറഞ്ഞതുപോലെ ഇവിടെ പ്രതിനിധി ഇല്ലാത്തൊരു പഞ്ചായത്താണ് നിലവിൽ BJPക്ക്. അപ്പം നിലവിൽ പ്രതിനിധി ഇല്ലാത്ത ഈ പഞ്ചായത്തിൽ പ്രതിപക്ഷമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ പ്രതിപക്ഷമായിട്ട് സാറ് തന്നെ ആദ്യം പറഞ്ഞല്ലോ UDFന്റെ ആൾക്കാർ എവിടെ പോയെന്നുള്ളത്. അപ്പം ആ സഖ്യം എന്താണെന്നുള്ളത് വ്യക്തമായി കാണും. ആ സഖ്യം UDFിനൊക്കെ ശക്തമായി പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാണ്? തയ്യാറാണ്. ഞാൻ പൊതുവായിട്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ സ്വച്ഛ ഭാരത് മിഷൻ തൊട്ട് എന്ന് പറഞ്ഞാൽ ഈ 11 വർഷക്കാലം നരേന്ദ്രമോദി 2014 ഈ 11 വർഷക്കാലം സ്വച്ഛ ഭാരത് മിഷൻ തൊട്ട് ജൻധൻ അക്കൗണ്ട് തൊട്ട് ഡയറക്റ്റ് ബെനിഫിഷ്യറി തൊട്ട് ഏതെല്ലാം മേഖലകളിൽ ഈ ക്ഷേമ പദ്ധതികളിൻ്റെ ഗുണഭോക്താക്കൾ നാം അറിയാതെ തന്നെ കുന്നന്താനത്തെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് PM കിസാൻ പദ്ധതി. ഇതുവരെ മുടക്കമില്ലാത്ത അക്കൗണ്ടിൽ ആ പൈസ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് സർക്കാർ കൊടുക്കുന്നതല്ല. പക്ഷേ അദ്ദേഹം മുമ്പ് സൂചിപ്പിച്ച പോലെ ഇത് ജനങ്ങളുടെ കേരളത്തിന്റെ അവകാശമാണ്, ഔദാര്യമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയട്ടെ, അവർക്ക് ആധികാരികമായിട്ട് പറയാനായിട്ട് അവരാണ് ഭരിക്കുന്നത്. ആധികാരികമായിട്ട് പറയാനുള്ള ഡേറ്റ അവരുടെ കയ്യിൽ കാണും. നമുക്ക് പ്രതിനിധികളില്ല, നമുക്ക് അതിനുള്ള ഡേറ്റ ഉണ്ടോ എന്ന് ചോദിച്ചു, തെളിവുണ്ടോ ചോദിച്ചു. നമുക്ക് കിട്ടുന്ന തെളിവുകളാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ ശബ്ദം നമ്മൾ വീണ്ടും പറയുകയാണ്. ആ ശബ്ദം ഒരു കാര്യം കൂടെ പറയാം. ബഹുമാനപ്പെട്ട ഇവിടുത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് അദ്ദേഹം ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഇതൊക്കെ സാധ്യമാകുമോ എന്നൊരു ചോദ്യം അന്ന് അദ്ദേഹം വളരെ കളിയാക്കി ചോദിച്ചിരുന്നു. അത്രയും അറിവുള്ളൊരു മനുഷ്യൻ ചോദിച്ചിരുന്നു. ഇന്ന് ആ ഒരു ക്വിക്ക് റെസ്പോൺസ് കോഡ്, ഒരു QR കോഡ് വെച്ച് നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു ബജിക്കടയിൽ പോലും ആ ഒരു പേയ്മെന്റ് സംവിധാനം നമുക്ക് ഉണ്ടായിട്ടില്ലേ? ഇത് ആര് കൊണ്ടുവന്ന പദ്ധതിയാണ്? എവിടെ ചെന്നാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കണ്ട, നോട്ട് നിരോധനമൊക്കെ ഇവിടെ വലിയ ചർച്ചയാക്കിയ സാധനമാണ്.
ആ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിൽ ഇന്ന് ഏതെങ്കിലും ഒരു കടയിൽ ഒരു QR കോഡ് ഇല്ലാത്തൊരു കടയുണ്ടോ? ആ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഇല്ലാത്ത ഒരു കടയുണ്ടെന്നോ കാണിച്ചു തരൂ. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഇതിന്റെ ഗുണം നമ്മളല്ലേ അനുഭവിക്കുന്ന ഈ പഞ്ചായത്തില്. അപ്പൊ അത് പറയാതെ പോകരുത്. ഈ ഡാറ്റ വെച്ച് എനിക്കിത് ഡാറ്റ വെച്ച് പറയാനായിട്ടുള്ള ഞാൻ എന്റെ ആളുമല്ല. ഓക്കെ, അപ്പൊ നിലവില് ഈ 16 വാർഡുകളിൽ ശക്തമായിട്ട് BJP ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ മാറ്റം ഇവിടെ ഉണ്ടാകും. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. രൂഢമൂലമായിട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് കുന്നന്താനം. അത് 2019 കുന്നന്താനം പഞ്ചായത്ത് തെളിയിച്ചു കാണിച്ചതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ അടിത്തറയുള്ളൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പാർട്ടിയാണ്. അംഗീകരിക്കുന്നു. ഞാനും അത് ആ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഇടതുപക്ഷത്തൊന്നും BJP-യിലേക്ക് എത്തിയ ആളാണോ? അല്ല, ഇടതുപക്ഷ കുടുംബം എന്റെ കുടുംബമാണ്. ഞാൻ പറയുന്നു, ആ ഒരു പഞ്ചായത്തില് വെറും 100 വോട്ടിന് താഴെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വോട്ട് നേടാൻ സാധിച്ചത് ഇവരൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ശബരിമല വിഷയം, ആ സ്വർണ്ണക്കൊള്ള, ആ ദ്വാരപാല ശില്പം അടിച്ചെടുത്തോണ്ട് പോയത്, ആ കട്ടിളപ്പാളികൾ അടിച്ചെടുത്തോണ്ട് പോയത്, ഇപ്പൊ അറിയാം ഏതൊക്കെ ആൾക്കാരിലേക്ക് വരുന്നു, അതെങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആരും മനഃപൂർവ്വം ചർച്ചയാക്കുകയാണ്. ഇപ്പോഴും ശബരിമല വിഷയം സജീവമായിട്ട് തന്നെ ഈ പഞ്ചായത്തിലുണ്ട്. അത് എല്ലാ ജനങ്ങളും ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളവ അടുത്ത തെരഞ്ഞെടുപ്പ് നിങ്ങൾ പഞ്ചായത്തിൽ ഉന്നയിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിപ്പോൾ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വീടുകളില് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ സമരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും BJP-ക്ക് ഈ പഞ്ചായത്തിൽ നല്ലൊരു മുന്നേറ്റം. നമ്മളിപ്പോ ഒരു വലിയ ടാർഗറ്റ് പറഞ്ഞല്ല പറയുന്നത്. ഞങ്ങൾ എല്ലാവരും ഇത് സെമി ഫൈനലായിട്ടാണ് കാണുന്നത്. നിയമസഭാ ഞങ്ങളിത് ഫൈനലായിട്ടാണ് കാണുന്നത്. ഞങ്ങളിത് ഫൈനലായിട്ട് കണ്ടുകൊണ്ട് തന്നെ എത്രയോ വാർഡുകൾ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെന്നുള്ളത് ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾ തെളിയിക്കും തന്നെ. അതിന്റെ ഒരു പ്രതിഫലനങ്ങളാണ് ഇവിടെ പല ആൾക്കാരുടെ മുഖത്ത്. ഞാൻ വീണ്ടും പറയുന്നു, വിശ്വാസരൂഢമൂലമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഈ ശബരിമല വിഷയം. ഇവര് പറയണം ഇത് എന്താണെന്നുള്ളത്. നടന്ന ഈ കൊള്ള ഇപ്പൊ വാസുവിനെ അറസ്റ്റ് ചെയ്തു, പത്മൂറിലേക്ക് പോകുന്ന അന്വേഷണം അത് എവിടെ കടകംപള്ളിയിൽ എത്തി നിൽക്കുവോ അതോ ഇപ്പൊ ഇറങ്ങിപ്പോയ പ്രശാന്തിലേക്ക് അതെല്ലാം പറയണം. ആ വിഷയം കുന്നതാനത്തില് വളരെ സജീവമായിട്ടൊരു വിഷയം തന്നെയാണ്. അടുത്ത ചോദ്യം ആരോടാണ്? എനിക്ക് രണ്ട് കാര്യങ്ങൾ മറുപടി പറയാം. ഒരു ആചാരത്തിന്റെ കാര്യം പറഞ്ഞു. കേരളത്തിലെയും ശബരിമല അയ്യപ്പനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ശബരിമലയ്ക്ക് പോകുന്നത് 18-ാം പടി ചവിട്ടി അതേ തൊട്ട് തൊഴുത് ഒരു അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. 18-ാം പടിക്ക് കുണ്ട് തിരിഞ്ഞിരുന്നത് ആരാ അവിടെ? 18-ാം പടിക്ക് കുണ്ട് തിരിഞ്ഞിരുന്ന ആരാ? മത്സം തില്ലങ്കരി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഉണ്ടാ BJP-യുടെ നേതാവ്. ശബരിമല കെട്ടെടുത്തിട്ട് പോയ സ്ത്രീകൾ, പ്രായമായ അമ്മമാരുടെ തലയ്ക്ക് തേങ്ങ എറിഞ്ഞാരാ? RSS ക്രിമിനലുകള്. ഈ ശബരിമല തകർക്കാൻ ആരാ ഇറങ്ങിയേ? പിന്നെ മലർപ്പൊടിക്കാരന് സ്വപ്നം പോലെ സീറ്റ് വർദ്ധിപ്പിക്കും, പിന്നോട്ടായിരിക്കും. പിന്നെ മറ്റേ അന്വേഷണം നടക്കുന്നില്ലേ? ഏതെങ്കിലും കാരണത്തിനകത്ത് ഈ ഗവൺമെന്റ് ഇടപെടാൻ പോയിട്ടുണ്ടോ? ആരെയാലും പിടിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? പിന്നെ ഇവിടെ പറഞ്ഞ അന്വേഷണം വ്യക്തമായി തന്നെ നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ. പിന്നെ ഞങ്ങളുടെ എല്ലാം ഒരു സംശയം, 5 കോടി രൂപ കുന്നന്താനം പഞ്ചായത്ത് കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയെന്ന് പറയുന്നു. ഇത് എവിടാ മുടക്കിയെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു റോഡോ ഒരു പാലമോ ഒരു കലുങ്കോ ചെലവഴിക്കേണ്ട പഞ്ചായത്താ. അല്ല, അത് പറയണ്ടേ? പഞ്ചായത്ത് പിന്നെ ഒരു കാര്യം കൂടെ, 3 പഞ്ചായത്തിനെ കളക്ട് ചെയ്തുകൊണ്ട് BJP-യുടെ പ്രധാനമന്ത്രി സടക്ക് യോജന കൊണ്ടുവന്നു. 5 വർഷമായിട്ട് ആ റോഡിന് നടക്കുന്നില്ല. ഗ്രാമീണ സടക്ക് യോജനയിൽ അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് കിട്ടിയോ? പ്രസിഡന്റ് കിട്ടിയായിരുന്നോ? അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഫണ്ട് കിട്ടിയോ സടക്ക് യോജന പ്രകാരം? 5 വർഷമായി തകർന്നു കിടക്കുക റോഡ്, ഒരു 2.5 കിലോമീറ്റർ റോഡ് ജില്ലാ പഞ്ചായത്ത് പൈസ വെച്ചു. അപ്പോഴാണ് പ്രധാനമന്ത്രി സടക്ക് യോജനയ്ക്കകത്ത് ഈ റോഡിന്റെ വെച്ചിരിക്കുന്നത്. ആ പൈസ മാറ്റേണ്ടി വന്നു. 5 വർഷമായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. ആ കാളവണ്ടി പോകാത്ത പോലെ ആ റോഡ് ഇപ്പോഴും കിടക്കുക. കാളവണ്ടി അതിന് 5 വർഷം മുമ്പ് വെച്ചതിന് ഇപ്പോഴും ടെൻഡർ എടുക്കാൻ ആളില്ല. അതാണ് ഇവർ പറയുന്നത്. മറ്റു ചോദ്യത്തിലേക്ക് എനിക്ക് അതിന് മറുപടി പറയാനുണ്ടേ. ഒരു മിനിറ്റ് തിരികെ ആരാണ് ചോദിക്കണം? ആരോടാണ്? പൊതുവായ വിഷയങ്ങൾ എല്ലാവരോടുമാണ്. ഇപ്പോൾ പറഞ്ഞ ശബരിമല വിഷയമായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാനും ഈ ഇടതുപക്ഷങ്ങളിൽ ഭൂരിപക്ഷം പേരുമാണ് ഈ ശബരിമലയിൽ പോകുന്ന 80%. ഞാനും ആ വഴിക്ക് പോകുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ GST-യുടെ കാര്യം ഒരു വിഷയം പറഞ്ഞു. GST ചരക്ക് സേവന നികുതിയാണ്. ഇത് പല കേന്ദ്രങ്ങളിൽ കേരളത്തിലും ഇത് ഈ നികുതി ഉണ്ടായിരുന്നു. സെയിൽ ടാക്സും സെൻട്രൽ ഇൻകം ടാക്സുമായിട്ട്, അല്ലെങ്കിൽ സെൻട്രൽ ടാക്സുമായിട്ട്. ഈ ടാക്സ് എല്ലാം കൂടെ ഒരു കേന്ദ്രത്തിൽ നിന്ന് മേടിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ നികുതിയിൽ നിന്ന് ഫെഡറൽ സംവിധാനം അനുസരിച്ച് സ്റ്റേറ്റിന് കിട്ടേണ്ട നികുതിയിൽ നിന്ന് 8% കുറവ് ഇപ്പോഴുണ്ട്.
അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. അത് അതിൻ്റെ വിഷയം. ജലവിഷൻ പോലുള്ള പദ്ധതികളെ കേന്ദ്രത്തിൻ്റെ അടിച്ചേൽപ്പിക്കൽ പദ്ധതിയാണ്. ആവശ്യമില്ലാത്ത പദ്ധതികൾ ആവശ്യമില്ലാത്ത സമയത്ത് തന്ന് ഭൂരിപക്ഷം വീടുകളിലും കണക്ഷൻ കൊടുത്തു കഴിയുമ്പം ഇപ്പോൾ 20% പേര് കണക്ഷൻ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ നിവൃത്തിയില്ല, സൗജന്യ കണക്ഷനാണെന്ന് പറഞ്ഞതാണ്. ശരിയാണ്, 45% കേന്ദ്രവും 30% സംസ്ഥാനവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഗുണഭോക്താക്കളുടെ വിഹിതം ഒട്ടും മേടിച്ചിട്ടുമില്ല സംസ്ഥാന ഗവൺമെൻറ്, അത് സൗജന്യമായിട്ട് തന്നിട്ടുമുണ്ട്. പക്ഷേ ഈ പദ്ധതികളൊക്കെ അടിച്ചേൽപ്പിക്കൽ പദ്ധതി ആവശ്യമില്ലാത്തത് കേന്ദ്രത്തിൻ്റെ പല പേര് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന പദ്ധതികളാണ്. കേരളത്തിന് ആവശ്യമില്ല, എല്ലാ സ്റ്റേറ്റുകൾക്കും എല്ലായിടത്തും ആവശ്യമില്ല. കുടിവെള്ളം പൂർണ്ണമായിട്ടുള്ളവർക്ക് ആ പദ്ധതി ആവശ്യമേ ഇല്ല. അപ്പോൾ അത്തരം പദ്ധതികൾ അടിച്ചേൽപ്പിക്കൽ പദ്ധതി. അതുകൂടാതെ ഈ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞ് ലൈഫിലൊക്കെ അടിച്ചേൽപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമാണ്. അവർക്ക് മുമ്പ് തന്നെ ഈ കേന്ദ്രം തന്ന ഫണ്ടുകൾ അവർക്ക് മുമ്പ് തന്നെ ഉണ്ടായി. ഒരു ഫണ്ട് അവർ പറയുന്നത് 5 കോടിക്കകത്തപ്പെട്ട മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അവർ നടപ്പാക്കിയതല്ല. അത് UPA ഗവൺമെന്റ് ഇരിക്കുമ്പോൾ CPM നിർബന്ധിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ കേന്ദ്ര ഫണ്ട് ഇവിടെ വരുന്നുണ്ട്. ജലമിഷനെ സാധാരണ ഈ കേന്ദ്രം ഇപ്പൊ കൊണ്ടുവന്ന പദ്ധതിയാണ്. ഗ്രാമീണ സടക്ക് യോജനത്തിന് മുമ്പുള്ള പദ്ധതിയാണ്. ഇതൊന്നും ഇപ്പോഴത്തെ 10 വർഷം ഇവരുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതികളൊന്നുമല്ല. 1 or 2 അവരും പുതുമയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം മറ്റൊന്ന് ചന്ത ഇവിടെ പുനർജീവിപ്പിച്ച് ഒരു വലിയ ചന്തയാക്കി മാറ്റാനുള്ള സംവിധാനത്തിന് വേണ്ടി ഉണ്ടാക്കി. ശരിയാണ്. പക്ഷേ കോവിഡിന് ശേഷം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് അവരുടെ സ്വന്തം വീട്ടുമുറ്റത്ത് ഇത് വിൽക്കുന്നതിനുള്ള അവസരമുള്ളതുകൊണ്ട് കർഷകരാരും ഇത് മാർക്കറ്റിൽ ചുമ്മിക്കൊണ്ട് വരുന്നില്ല. അപ്പോൾ ആ ചന്തയ്ക്ക് ചില സമയത്തൊക്കെ ചില കരിയില വീണോ മദ്യവിരുന്നോ ഒക്കെ സംവിധാനം ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത 5 വർഷത്തെ പദ്ധതിക്കകത്ത് ആ ചന്ത കൂടുതൽ പുനരുജ്ജീവിപ്പിച്ച് മറ്റൊരു തരത്തിലേക്ക് അതിനെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്ലാനിങ് ഇടതുപക്ഷമായിട്ട് എടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ മികച്ച ഒട്ടുമിക്ക പദ്ധതികളും സംസ്ഥാന സർക്കാരിനെ അടിച്ചേൽപ്പിക്കുന്ന പദ്ധതികളാണെന്ന് പറയുന്നു, ആവശ്യമില്ലാത്ത പദ്ധതികളാണെന്നാണ് പറയുന്നത് കേന്ദ്രത്തിന്റെ. അത്തരം ഒരു കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ ഒരു സമീപനം എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ GST വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് വരാം. മുമ്പേ ഒരാൾ ഞാൻ ഈ ഇടതും ഇപ്പുറത്തും ഇത്രയും പേരെയാണ് സംസാരിക്കുന്നത്. അതിലേക്ക് വരാം. അദ്ദേഹം സൂചിപ്പിച്ചു പ്രധാനമന്ത്രി വന്ന് ശൗചാലയം കഴുകുവോ, ഇതിനൊക്കെ ഞാൻ മറുപടി പറയണോ? ഒന്ന്, ഈ പ്രധാനമന്ത്രി വന്നതിൻ്റെ മാറ്റങ്ങൾ ലോകത്തിലെ തന്നെ സമ്പദ് വ്യവസ്ഥയിലെ സ്ഥാനം ഇന്ന് 4ാമതാണ്. 6 മാസം കൂടെ വെയിറ്റ് ചെയ്താൽ അത് ജപ്പാനെ മറികടന്ന് സാമ്പത്തികമായിട്ട് നമ്മൾ 3ാമത് ചേരുക. പണ്ട് 68 ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് പറയുക, എന്തെങ്കിലും എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞോട്ടെ. 68 വർഷം കാലം ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ വെടിമരുന്ന് പോലും ഇറക്കുമതി ചെയ്യേണ്ടിയ ഒരു രാജ്യമായിട്ടായിരുന്നു ഇന്ത്യ കണ്ടിരുന്നത്, അല്ലേ? ഇന്ന് കോടാനുകോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക, മിസൈൽ ഉൾപ്പെടെ. അത്രയും മാറ്റമാണ് ഇന്ന് ലോക ജനത ഇന്ന് ഇന്ത്യ അംഗീകരിക്കുക, അല്ലേ? 1. 2, ഇവിടെ സഖാവ് സൂചിപ്പിച്ചു, എനിക്ക് സഖാവ് സൂചിപ്പിച്ചു നമ്മുടെ അവകാശമാണ്. ശരിയാണ്, എല്ലാ ജനതയ്ക്കും ഈ ഇന്ത്യ മഹാരാജ്യത്തിന് അവകാശമുണ്ട്. പക്ഷെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടി വന്നത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു AKG എന്നവർ സൂചിപ്പിച്ചു. ശരിയാണ്, ഒരു കാലത്ത് 90 മുകളിൽ സീറ്റ് നേടിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷം. ഇന്ന് ഇടതുപക്ഷത്തിന്റെ സാഹചര്യം എന്താ? ഈ ജനങ്ങൾക്ക് വേണ്ട കേരളത്തിൽ 1 സീറ്റ്, പിന്നെ 3 സീറ്റ് തികച്ചത് തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാച്ചിമാര് കൊടുത്ത 2 സീറ്റ്. ഞാൻ പറഞ്ഞു തീർന്നില്ല. പെട്ടെന്ന് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കാം. മാഡത്തിനോട് മാത്രം ഒരു ചോദ്യം, 2 രാഷ്ട്രീയക്കാരോട് പെട്ടെന്ന്. ജലജീവൻ മിഷൻ നമ്മുടെ പഞ്ചായത്തിന് ആവശ്യമില്ലാത്ത അടിച്ചേൽപ്പിച്ചെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ജലജീവൻ മിഷൻ മറുപടി പറഞ്ഞേ ആവശ്യമില്ലേ, അതൊന്നും ഉണ്ടോ എന്ന് എൻ്റെ ചോദ്യമാണ്. നിങ്ങളുടെ സഖാവ് പറഞ്ഞത് ജലജീവൻ പദ്ധതികൾ അടിച്ചേൽപ്പിക്കുന്നു. ജലജീവൻ മിഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ചതാണോ? നമ്മുടെ പഞ്ചായത്ത്, കുന്നന്താനം പഞ്ചായത്ത് സമ്പൂർണ്ണം നമുക്ക് ജലം എല്ലാവർക്കും ലഭ്യമുള്ള പഞ്ചായത്താണോ? മറുപടി ഒരുമിച്ച് പറഞ്ഞാൽ മതി. ഒരു പാക്കേജായിട്ട് പറയാം. നമുക്ക് ഈ പദ്ധതികൾ അടിച്ചേൽപ്പിച്ചതാണോ? ഈ വെള്ളം നമുക്ക് ആവശ്യമില്ലാത്തതാണോ? ഈ പദ്ധതിയേ വേണ്ടാത്തതാണോ? ഒരു ചോദ്യം കൂടെ, ജലനിധി എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് മാഡത്തിന് അറിയാമായിരിക്കും. ഇവിടെ കിണറിൻ്റെ അവസ്ഥ അറിയാവും. പല കിണറുകളും ചെളിക്കൂമ്പാരങ്ങളെ മാറിയിരിക്കുകയാണ്. അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നടത്തിപ്പുകാരെ നമുക്കറിയാം പലരെയും. ഞങ്ങൾ പോയിട്ടുണ്ട് കാണാൻ വേണ്ടി. കറണ്ട് ചാർജ് അടയ്ക്കാത്തവന് ഫീസ് വരുന്നു. ആ ഫീസ് എടുത്ത് മാറ്റി വെച്ചേക്കാണ് പല സ്ഥലങ്ങളിൽ. എന്താ കാരണം? എന്താണ് കാരണം? ജലനിധി കിണർക്ക് എന്ത് പറ്റി? ചോദ്യം വ്യക്തമാണെന്ന് മനസ്സിലാക്കുന്നു. ജലജീവൻ പദ്ധതി നമുക്ക് ആവശ്യം തന്നെ. പക്ഷേങ്കിൽ
മെയിൻ റോഡ് വഴി ഇപ്പോൾ 12 മീറ്റർ മാത്രമേ അവർ ലൈൻ അകത്തോട്ട് കൊടുക്കത്തുള്ളൂ. നമ്മുടെ പാവങ്ങൾ താമസിക്കുന്ന ഉള്ളടയിലാണ്. അവർക്ക് യാതൊരു പ്രയോജനം ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല. പ്രയോജനം ഉണ്ടാകുന്നത് വലിയ വീട്ടുകാർക്കാണ്. പക്ഷേ അവർക്ക് കിണറുണ്ട്, അല്ലെങ്കിൽ കുഴൽ കിണറുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരത് ദുരുപയോഗപ്പെടുത്തുക. ആവശ്യമുള്ള ജനങ്ങളിലേക്ക് ഇത് എത്തുന്നില്ല. അപ്പം അതാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. പക്ഷേങ്കിൽ ജലം ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പം വേണ്ടാത്തതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഈ പഞ്ചായത്തിലെ ജലനിധിയുടെ അവസ്ഥ എന്താണ്? ജലനിധി പദ്ധതിയിലെ ഇപ്പം നമ്മുടെ ഇവിടെ ഒരു 5-6 BGയിൽ നല്ലതായിട്ട് പോകുന്നുണ്ട്. ചുരുക്കം ചിലത് മാത്രമേ ഉള്ളൂ നടപ്പാകാതിരിക്കും. ഇവിടെ BJPയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് വളരെ കടുപ്പ് എതിർപ്പും പറഞ്ഞു. കോൺഗ്രസിന് ആളുകളില്ല. കോൺഗ്രസും BJPയും സത്യത്തിൽ ഒരമ്മയുടെ മക്കളെ പോലെയാണ് പെരുമാറുന്നത്. ഞങ്ങളെ കുറ്റം പറയല്ലാതെ, ഭരണത്തെ കുറ്റം പറയല്ല, CPM കുറ്റം പറയൊന്നും ചെയ്യുന്നില്ല. ഇന്ത്യ മുന്നണിയിൽ നിന്ന് രാജിവെക്കല്ലോ. അതുകൊണ്ട് അല്ല, ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഇല്ലല്ലോ, ഒരേ വർത്തമാനമാണല്ലോ പറയുന്നത്. പറഞ്ഞോട്ടെ. പിന്നെ ഇവിടുത്തെ BJP പ്രവർത്തകർക്കോ കോൺഗ്രസിനോ BJPക്കാർക്ക് ഞങ്ങളെ അംഗീകരിക്കാനോ ഭരണത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളൊന്ന് ഓർത്തു, 2015 അധികാരത്തിലേറി 20 അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യയിലെ മികച്ച പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്ത കുന്നന്താനത്തെയാണ്. കേരളത്തിലെ PSC ചോദ്യങ്ങൾക്കകത്തുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗാ ഗ്രാമം ഏതാന്ന്. സെൻട്രൽ ഗവൺമെന്റ് മാർക്കറ്റ് എടുത്തതാ. അത് കുന്നന്താനം എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ വികസനം കാണുന്നില്ല. പദ്ധതികൾ കേന്ദ്രത്തിന്റെ ആണെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഇതുണ്ടല്ലോ. പിന്നെ നിങ്ങൾ വികസനം കേൾക്കുന്നില്ല, ഒരുമിച്ച് പറഞ്ഞാൽ കേൾക്കത്തില്ല, എല്ലാത്തിനും മറുപടി പറയാം. പിന്നെ പ്രിയപ്പെട്ട അനിയന്മാരോട് പറയാനുള്ളത്, ഈ QR കോഡും ഓൺലൈൻ മണി ട്രാൻസ്ഫറും കണ്ടു. ഈ നരേന്ദ്രമോദി ഒന്നും അല്ലെന്നേ, മിടുക്കന്മാർ IT പിള്ളേരാ, എഞ്ചിനീയർമാർ പിള്ളേരാ ഇന്ത്യക്കകത്ത്. ഒരാൾ കൂടെ ഒരു മര്യാദ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തെ ബജിക്കടയിൽ QR കോഡ് കാണിക്കാമോ? BJP ഭരിക്കുന്ന എവിടെയെങ്കിലും QR കോഡ് നിങ്ങൾ എന്തുകൊണ്ടാ ലൈഫിന്റെ വീട് പോലത്തെ ഒരു വീട് UP കാണിക്കാത്തത്, ബീഹാർ കാണിക്കാത്തത്? ഇനി നിങ്ങൾ കുന്നന്താനത്തെ വികസനം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പറയാം. നിങ്ങൾ ഇതിൽ നടന്നു വരുമ്പോൾ ആയുർവേദ ആശുപത്രി ഒന്ന് കയറി കാണണം. നിങ്ങളിതിൽ മാന്താനം നടന്നു പോകുമ്പോൾ മൃഗാശുപത്രി ഒന്ന് കാണണം. നിങ്ങൾ പാലക്കത്ത് അടിക്കുമ്പോൾ ആ ഗവൺമെൻറ് സ്കൂൾ ഒന്ന് കാണണം. ആനന്ദാനം ചെല്ലുമ്പോൾ ആ പ്രൈമറി സ്കൂൾ ഒന്ന് കാണണം. നിങ്ങളിത് കാണാതെ കണ്ണടച്ച് നടന്നിട്ട് കളവ് പറയാൻ ശ്രമിച്ചാൽ കളവായി തന്നെ ജനം തള്ളിക്കളയുമെന്ന കാര്യം യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ കിടത്തി ചികിത്സയില്ലെന്ന് പറഞ്ഞു. ഈ ഗവൺമെന്റ് 4 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 4 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തു. 4 കോടി രൂപയാണ്. നിങ്ങൾ നോക്കിയിരുന്നു, നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളെ ഉൾപ്പെടെ കിടത്തി ചികിത്സിക്കാൻ 5 വർഷത്തിനുള്ളിൽ സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി തരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഒരാൾ കൂടെ ഒരു ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ഈ 10 വർഷം ഭരിച്ചിട്ട് അവിടെ കിടത്തി ചികിത്സ പറ്റിയില്ല. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം കേറി വരുമ്പോഴല്ലേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് നമുക്ക് അന്നേരം അതിന്റെ വഴിക്ക് കാണാം. 10 വർഷം ഒരു ബെഡ് പോലും അവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെന്തോ ഇത്ര വലിയ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് ഇനി വരുമ്പോഴത്തേക്കിന്. പെട്ടെന്ന് കുന്നന്താനത്തെ മുഴുവൻ ആളുകളും കിടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് വർത്തമാനം പറയുന്നത്. അതായത് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി, അതിന്റെ ഡെവലപ്മെന്റ് കാണണം. ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രി, തിരുവല്ല താലൂക്ക് ആശുപത്രി, അല്ല നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടായിരുന്നില്ലേ? അതായത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സർവീസ് എന്താണെന്നും താലൂക്ക് ആശുപത്രികളുടെയും ജില്ലാ ആശുപത്രികളുടെയും മെഡിക്കൽ കോളേജിന്റെ സർവീസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപ കിടപ്പ് രോഗികൾക്ക് വേണ്ടി പാലിയേറ്റീവിന് ചെലവഴിക്കുന്ന ഒരു പഞ്ചായത്താണ്. അങ്ങനെയുള്ളൊരു പഞ്ചായത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു ആരോപണം വന്നല്ലോ, കോൺഗ്രസുമായി ചേർന്നാണ് ഭരിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇവിടെ വരാത്തതെന്ന്. ഇവിടെ BJPയുടെ പ്രതിനിധിയാണ് പറഞ്ഞത്, 8ാം വാർഡിലെ പകൽ വീടിന്റെ വിഷയത്തിൽ 8ാം വാർഡിലെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗം BJPക്കാരനായ എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് സമരം ചെയ്യും. അപ്പൊ ആരാ ധാരണ? ആരുമായിട്ടാ ധാരണ? മൂന്നാം ഘട്ടത്തിൽ പ്ലീസ്, സമയത്തിന് പരിമിതിയുണ്ട്. 3ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. അടുത്ത 5 വർഷം BJPക്ക് സമഗ്രമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ഈ കുന്നന്താനം പഞ്ചായത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? ഞാൻ പറയുന്നത്,
BJP ഇപ്പോഴും ഞാൻ പറയുന്നു കേരളത്തിൽ 12 പഞ്ചായത്തെ ഭരിക്കുന്നുള്ളൂ. ഓക്കെ. അതിൽ ഏറ്റവും അടുത്ത പഞ്ചായത്ത് നമുക്ക് നേരെ കാണാവുന്ന പഞ്ചായത്താണ് കവിയൂർ പഞ്ചായത്ത്. ഓക്കെ. ഈ കവിയൂർ പഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് നടത്തിയ മാറ്റങ്ങൾ ഓക്കെ. നിങ്ങൾ ഈ ചാനൽ ചർച്ച കഴിയുമ്പോൾ അവിടെ ചെന്ന് നോക്കണം. ഏറ്റവും അവസാനത്തെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യ റൗണ്ട് പണി കഴിഞ്ഞ പകുതി റൗണ്ട് പണി കഴിഞ്ഞ ടർഫ് വരെയും അവിടെ പണി തീർന്നുകൊണ്ടിരിക്കും. പറഞ്ഞു വരട്ടെ. അവിടെ ടർഫ് വരെ ആയെങ്കിൽ മുമ്പേ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഈ അവിടെ പോയി ഇത് കാണും ഇവിടെ പോയി എളപ്പമ്പൊക്കെ പോയി ഒരു ടർഫ് ഉണ്ട് അത് കാണണം. സ്റ്റേഡിയം പോയി തട്ടായിട്ട് കിടക്കുന്നു. 1 2 ഈ പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലുമാണ് ഏറ്റവും കൂടുതൽ യുവാക്കള് ജോലി തേടി UK പോലുള്ള സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ പോകുന്നത് അല്ലേ. വീട്ടിലെ അമ്മമാരെയും അച്ഛന്മാരെയും വീഡിയോ കോൾ ഇട്ട് കാണേണ്ട ഗതികേട് ഈ പറയുന്ന ഈ ഒരു ഏറ്റവും കൂടുതൽ ജില്ലകളിൽ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ യുവാക്കൾക്ക് ഇവിടെ ജോലി ചെയ്ത് ജോലി വിട്ടേരെ ഇവിടെ വന്ന് ഈ പറയുന്ന തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങി അതിനെ വിജയിപ്പിച്ചെടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഈ ഗവൺമെൻറ് ആ ഒരു സഹായങ്ങൾ കൊടുക്കാത്തതിൻ്റെ അവസ്ഥ കൊണ്ടാണ് ഈ ഒരു ദുരിതം ഉണ്ടാകുന്നത്. 1 2 അവർക്ക് നല്ല രീതിയിൽ അവരുടെ കായിക വിനോദങ്ങൾ നടത്തേണ്ട ഗ്രൗണ്ട് പോലും നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം. അവിടെ ഒരു പട്ടിക്കൂട് പോലെ പണിതൊരു താഴെ ഒരു സാധനവും മേളിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചതാണ്. ഒരു നിമിഷം തീർന്നില്ല. ഞാൻ പറയുന്നു ഒരൊറ്റയടിക്ക് ഇവിടെ വിപ്ലവം സൃഷ്ടിച്ചേക്കാമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നമ്മൾ ജയിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ 11 വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന പദ്ധതികൾ ഈ പഞ്ചായത്തിൽ അനുവദിക്കുന്ന കൂടാതെ MP-മാരുടെ ഫണ്ട് ഉൾപ്പെടെ ചോദിച്ചു മേടിച്ച് ഞങ്ങൾ അതാത് വാർഡുകളിൽ അല്ലെ പഞ്ചായത്തിന്റെ ഭരണം കിട്ടിയാൽ തന്നെ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ വികസനം കാണിച്ചു തരാം. ഓക്കെ. LDF പ്രതിനിധിയിലേക്ക് എത്തുകയാണ്. അടുത്ത 5 വർഷം തുടർഭരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ പഞ്ചായത്ത് ചെയ്യാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണമാണെങ്കിൽ ഈ നാടിനെ വിസ്മയിപ്പിക്കുന്ന വികസന പ്രവർത്തനം നടത്താൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കുന്നന്താനത്തെ വീട്ടമ്മമാരുടെ വരുമാനം, ആളോഹരി വരുമാനം പ്രതിദിനം 1000 രൂപയെങ്കിലും ആക്കുന്ന തരത്തിലുള്ള കുടുംബശ്രീയെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വരുമാനം 1000 രൂപയെങ്കിലും ആക്കുന്ന തരത്തിലുള്ള അവരെയെല്ലാം MSME പോലെ സ്വയം സംരംഭക ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കുന്ന സംരംഭക പ്രസ്ഥാനങ്ങളായി മാറ്റുകയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതിലൂടെ തനത് വരുമാനം കുന്നന്താനം പഞ്ചായത്തിന് വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിൽ കായികം, ആരോഗ്യരംഗത്ത് ഒത്തിരി പരിപാടികളുണ്ട്. എല്ലാം കൂടെ പറയാൻ സമയമില്ലെന്ന് പറയുകയാണ്. സമഗ്രമായ ഒരു വികസന പ്രവർത്തനമാണ് ഞങ്ങൾ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഞങ്ങൾ ജനത്തിന് മുമ്പായി 16-ാം തീയതി ഒരു ജാഥ നടത്തി പറയുന്നുണ്ട്. അതിനുശേഷം ഈ പ്രകടന പത്രിക ഞങ്ങൾ എല്ലാ വീടുകളിലും പ്രധാനമായും എല്ലാ വീടുകളുടെയും സാമ്പത്തിക ശേഷി പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ സാമ്പത്തിക ശേഷി ആളോഹരി വരുമാനം വർദ്ധിപ്പിക്കുക. അതിലൂടെ കുന്നന്താനം പഞ്ചായത്തിന്റെ സമ്പത്ത് തനത് വരുമാനം വർദ്ധിപ്പിക്കുക. ഇപ്പൊ കെട്ടിട നികുതി മാത്രമാണ് ഉള്ളത്, അല്ലാതെ തനത് വരുമാനമില്ല. പിന്നെ തൊഴിൽക്കരമാണ്, അതും വളരെ കുറച്ചാണ്. ഈ പരിമിതമായ വരുമാനത്തിലാണ് ഈ 10 വർഷം ഞങ്ങൾ തുടർച്ചയായി ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണ ഈ 5 വർഷക്കാലം 10 വർഷക്കാലം ഈ പഞ്ചായത്തിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഈ വികസനം തുടർന്നു പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്ന പദ്ധതികൾ അടുത്ത ദിവസം ജനങ്ങൾക്ക് മുമ്പായി വീണ്ടും വെക്കും. ആ കൂട്ടത്തിൽ ഈ ഡോർ ടു ഡോർ ഡെലിവറി ഉണ്ട്, സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയുണ്ട്, ഈ സ്വയം പര്യാപ്തത നേടുന്ന കൃഷിയിൽ തേങ്ങ ഉൽപാദനത്തിലും മറ്റ് 1-2 പ്രത്യേക ഞങ്ങൾ 10-12 കാര്യമേ പറയുന്നുള്ളൂ. പക്ഷെ അത് ഞങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയിരിക്കും. കഴിഞ്ഞ 5 വർഷം മുമ്പ് നൽകിയ പ്രകടന പത്രിക ഇന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ പറഞ്ഞു നോക്കിയാൽ ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ കൂടുതലായി നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പടിയിറങ്ങുന്നത്. മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ മുന്നണിക്കൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കും. പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം ഗ്രാമപഞ്ചായത്തിലെ ആലപ്പാട്ട് ഗോൾഡ് തൃശ്ശൂർ പോരാട്ടം 2025 ഇവിടെ സമാപിക്കുന്നു. പങ്കെടുത്ത ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും നന്ദി. വീണ്ടും അടുത്ത ഗ്രാമപഞ്ചായത്ത് കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി.